സമാദരണീയരും സമുന്നതരുമായ യോഗാധ്യക്ഷൻ, ബഹുമാന്യരായ നമ്മുടെ എല്ലാവരുടെയും ഗുരുവര്യരും ആദരണീയരുമായ പൊന്നുരുന്തി കുഞ്ഞഹ്മദ് മുസ്ലിയാർ ഉസ്താദ് അവറുകൾ, പ്രിയങ്കരനായ മുഹമ്മദ് അഷ്റഫി ഫാദിൽ ബാഖവി അവറുകൾ, സമാദരണീയരായ ഇവിടുത്തെ മുദരിസ് കൂടിയായ ഉമർ ഫാറൂഖ് റഹ്മാനി ഉസ്താദ് അവറുകൾ, മഹല്ല് ജമാഅത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, ഭാരവാഹികൾ, ആബാലവൃന്ദം, പ്രിയങ്കരാകുന്ന സത്യവിശ്വാസികൾ, പ്രിയപ്പെട്ട ഉമ്മമാർ, പെങ്ങന്മാർ, ഇതര മത സഹോദര സുഹൃത്തുക്കൾ, സർവാധിപതിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല സർവർക്കും സർവ ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹത്തായ മജ്ലിസ് നാഫിആയ ഇൽമിന്റെ മജ്ലിസായി സർവാധിപതിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു തന്ന് ഖബൂലിയത്ത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ദീനിനെ നമ്മളിലേക്ക് ഏൽപ്പിച്ചു തന്നു. 1000 മതങ്ങളുടെ ഇടയിൽ, 1000 ആദർശങ്ങളുടെ ഇടയിൽ നമ്മളുടെ മതം മാത്രം അല്ലാഹു സ്വീകരിച്ചതായി അറിയിച്ചു തന്നു. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. കോടാനുകോടി ആശയങ്ങളും ആദർശങ്ങളും മതങ്ങളും മതവിശ്വാസങ്ങളും ഉണ്ടെങ്കിലും നിങ്ങളുടെ സൃഷ്ടാവായ പ്രപഞ്ചത്തിന്റെ നാഥനും നായകനും പരിപാലകനുമായ അല്ലാഹു സ്വീകരിച്ചതും പരിഗണിച്ചതുമാകുന്ന മതം പരിശുദ്ധ ഇസ്ലാം മാത്രമാകുന്നു എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അല്ലാഹുവിന്റെ ആശയവും ആദർശവും മതവും ഏതാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പ്രഖ്യാപിച്ച ആശയത്തെയും ആദർശത്തെയും വിശ്വാസത്തെയും കർമ്മത്തെയും അവഗണിച്ചുകൊണ്ട് മറ്റേതെങ്കിലും മതമോ ആചാരമോ വിശ്വാസമോ നല്ലതാണെന്ന് പറഞ്ഞ് അതിലേക്ക് ആരെങ്കിലും ചേക്കേറുന്നുണ്ടെങ്കിൽ പരിശുദ്ധ ഇസ്ലാം അല്ലാത്ത മറ്റെന്തെങ്കിലും ഒരാശയം, ഒരു വിശ്വാസം ഒരാൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിലയ്ക്കും അവനെ സ്വീകരിക്കുകയില്ല. അവനിൽ ഇനി ഒരു പക്ഷേ നന്മയുണ്ടെങ്കിൽ പോലും അതിന് അല്ലാഹു തആല പാരിത്രിക ലോകത്തൊരു കടുകിന്റെ പ്രതിഫലം പോലും കൊടുക്കില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അവൻ പരലോകത്തെ പരാജയപ്പെട്ടവൻ തന്നെയായിരിക്കും. ഖാലിഖായ അല്ലാഹുവിൽ വിശ്വസിക്കാതെ, അല്ലാഹു തആല പഠിപ്പിച്ചു തന്ന ഖുർആനിൽ വിശ്വസിക്കാതെ, മറ്റെന്തെല്ലാം നന്മയും സൽക്കർമ്മമെന്ന് വിശ്വസിച്ചുകൊണ്ട്, സദുദ്യമനങ്ങളെന്ന് വിശ്വസിച്ചുകൊണ്ട് എത്രങ്ങാനും നല്ല കാര്യം ചെയ്താലും നാട്ടിൻ പുറത്ത് പ്രകീർത്തിക്കപ്പെടുമെന്നല്ലാതെ, ഭൗതിക ലോകത്ത് പ്രശംസിക്കപ്പെടുമെന്നല്ലാതെ സൃഷ്ടാവായ റബ്ബിന് അതിൽ ഒരു പൊരുത്തവും ഒരു സന്തോഷവും ഇല്ല. അവൻ അല്ലാഹു തആല പാരത്രിക ലോകമാണ് പ്രതിഫലത്തിന്റെ ലോകമായി വെച്ചിരിക്കുന്നത്. ആ ലോകത്തെ ഒരനുഗ്രഹവും അല്ലാഹു തആല ചെയ്യുകയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ 3 നാമങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് വേണം വിശ്വാസികളായ നാം ഏത് കാര്യവും ആരംഭിക്കാൻ. ഏത് കാര്യവും, കുല്ലു അംരിൻ ദീബാൽ, ഏതൊരു നല്ല കാര്യവും അവൻ ചെയ്യുമ്പോൾ അവന്റെ സൃഷ്ടാവിനെ അനുസ്മരിച്ചുകൊണ്ടും സൃഷ്ടാവിന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ കഴിയുന്നതെന്നും ഞാൻ വെറും ഒരു കഴിവില്ലാത്ത, ഒന്നുമില്ലാത്ത വെറും ഒരു അടിമയാണ് എന്ന ചിന്തയോടുകൂടി വേണം എന്ത് കാര്യവും വിശ്വാസികളായി നാം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് മുത്തനബി തങ്ങൾ പറഞ്ഞു, ഒരു പിടി ഭക്ഷണം വാരുമ്പോൾ
ബിസ്മില്ലാഹി ചൊല്ലണം. വായിലേക്ക് വെക്കുമ്പോൾ ബിസ്മില്ലാഹി ചൊല്ലണം. വെള്ളം കുടിക്കുമ്പോൾ ബിസ്മില്ലാഹി ചൊല്ലണം. ഇത് രണ്ടും നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ളതാണ്. പക്ഷെ മറ്റു കാര്യങ്ങളിലൊന്നും നമ്മൾ അല്ലാഹുവിന്റെ നാമം പറഞ്ഞ് ചെയ്യാറില്ല. ഒരു മുസ്ലിം എന്ന നിലയിൽ സർവാധിപതിയായ അല്ലാഹുവിനെ നിരന്തരം ഓർത്തുകൊണ്ട് പ്രവർത്തിക്കുന്നവനായിരിക്കണം എന്നതാണ് നമ്മളുടെ ബാധ്യത. ആ ബാധ്യത സമ്പൂർണമായി നിറവേറ്റുന്നവരാണ് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ എന്ന് നാം പറയുന്ന ആളുകൾ. അത് ആർക്കോ ഉള്ള കുത്തനെയല്ല. അല്ലാഹുവിന്റെ ഇഷ്ടദാസനാകാൻ എനിക്ക് കഴിയണം. അല്ലാഹുവിന്റെ ഇഷ്ടദാസനാകാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ അനുവർത്തിച്ചു വന്ന സദുദ്യമനങ്ങളും സൽപാന്താവും അനുകരണം ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അതാണ് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, നമുക്കെല്ലാവർക്കും അല്ലാഹുവിന്റെ ഇഷ്ടദാസനാകണം. അതിനെന്ത് ചെയ്യണം? മുൻഗാമികളെ പിന്തുടരണം. ആദ്യം ഉണ്ടായിരുന്ന സഹാബാക്കൾ മിനൽ മുഹാജിരീന വൽ അൻസാർ. ഖുർആൻ പറയുന്നു, മുഹാജിറുകളും അൻസാറുകളുമാകുന്ന സഹാബാക്കൾ അവരാണ് ഉമ്മത്ത് മുഹമ്മദിലെ പ്രഥമ ഇഷ്ടദാസന്മാർ. അവരാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. അവർ ചെയ്തു വന്ന സൽപാന്താവിനെ അനുഗമിച്ചുകൊണ്ടും അനുധാവനം ചെയ്തുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും പിന്തുടർന്ന് ജീവിക്കുന്ന ആളുകൾ. ഇതാണ് ഒരാൾ അല്ലാഹുവിന്റെ ഇഷ്ടദാസനാകാൻ ചെയ്യേണ്ട ഏറ്റവും മാന്യമാകുന്ന മാർഗം. അതാണ്. അങ്ങനെ ചെയ്താലോ റളിയല്ലാഹു അൻഹും, അവരെ തൊട്ട് അല്ലാഹു പൊരുത്തപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിന് പൊരുത്തപ്പെട്ടവനായി മരിക്കാൻ മുൻഗാമികളാകുന്ന സഹാബാക്കൾ, അവരെ പിൻപറ്റിയവർ ആ പിൻപറ്റിയവരെ പിൻപറ്റി ജീവിക്കാനാണ് നമ്മുടെ ജീവിതത്തിൽ നാം പ്രതിജ്ഞയെടുക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ റളിയല്ലാഹു അൻഹും, അല്ലാഹു തആല അവരെ പൊരുത്തപ്പെട്ടിരിക്കുന്നു. വറളൂ അൻഹു, അവർക്ക് എല്ലാറ്റിനും അല്ലാഹു മതി. അല്ലാഹു അല്ലാതെ മറ്റൊരു ശക്തിയെയോ വ്യക്തിയെയോ അവർ ആരാധിക്കാൻ ഏറ്റെടുക്കുന്നില്ല. ആരാധനയും അവന്റെ പൊരുത്തവും അല്ലാഹുവിൽ നിന്ന് മാത്രം അവർ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം പൊരുത്തപ്പെട്ടു. അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടുക എന്നതാണ് ഒരു ഇഷ്ടദാസന് ലഭിക്കേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, റിദ്വാനും മിനല്ലാഹി അക്ബർ. അല്ലാഹുവിന്റെ പൊരുത്തം അത് ഏറ്റവും വലിയ സമ്പാദ്യമാണ്. അല്ലാഹു തആലയുടെ പൊരുത്തം അത് ഏറ്റവും വലിയ സമ്പാദ്യമാണ്. ആ പൊരുത്തം കിട്ടാനാണ് അംബിയാ മുർസലുകൾ ത്യാഗോജ്വലമാകുന്ന സാഹസികമാകുന്ന ഇബാദത്തുകളിലും അധ്വാനത്തിലും ദഅവത്തിലും അവർ മുഖരിതരായത് ആ പൊരുത്തത്തിന് വേണ്ടി മാത്രമായിരുന്നു. ആ പൊരുത്തത്തിന് വേണ്ടിയായിരുന്നു സഹാബാ കിറാം മുഴുവൻ തിരുതാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 100% പിൻപറ്റിക്കൊണ്ട് അവരുടെ ഭൗതിക, അവരുടെ താൽക്കാലിക, അവരുടെ കുടുംബപരമാകുന്ന കാര്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാഅ് ചെയ്ത് ഉറക്കവും ഊണും മാറ്റിവെച്ചുകൊണ്ട് മക്കളെയും മരുമക്കളെയും കുടുംബജീവിതത്തെയും സ്വത്തുക്കളെയും കച്ചവടങ്ങളെ പോലും മാറ്റിവെച്ചുകൊണ്ട് ആദർശത്തെ ഏറ്റെടുത്തു. കർമ്മനിരതരായി തിരുതാഹ തങ്ങളെ ചൊൽപ്പടിക്കു നിന്നു. അതുകൊണ്ട് അവർ ഉന്നതന്മാരായി മാറി. അവർ അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടിയവരായി മാറി. ആ പൊരുത്തം കിട്ടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റളിയല്ലാഹു അൻഹു വറളൂഅൻ വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ.
താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒലിക്കുന്ന അനുഗ്രഹീതമാകുന്ന സ്വർഗം അവർക്ക് അല്ലാഹു തആല നൽകും. ആ സ്വർഗമാണ് എന്റെയും നിങ്ങളുടെയും പ്രതീക്ഷ. അത് അല്ലാഹുവിന്റെ പൊരുത്തം ലഭിച്ചവർക്കേ അല്ലാഹു തആല കൊടുക്കുകയുള്ളൂ. പൊരുത്തം ലഭിക്കണമെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഇത്തിബാഅ് ചെയ്യുകയും ചെയ്തെങ്കിലേ അത് സാധ്യമാവുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ലളിതമായ ഒരു മാർഗമല്ല. കുറച്ച് പ്രയാസത്തോടുകൂടെ കുറച്ച് പ്രതിസന്ധികൾ തരണം ചെയ്ത് ഒന്ന് കഠിനാധ്വാനം ചെയ്താൽ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, നല്ല ജിഹാദ്, ത്യാഗപൂർണമാകുന്ന സാഹസികമാകുന്ന പ്രവർത്തനം. സമയമുണ്ടെങ്കിൽ നിസ്കരിക്കുക, സൗകര്യപ്പെടുമെങ്കിൽ നോമ്പ് പിടിക്കുക, ബാലൻസ് കാശുണ്ടെങ്കിൽ സദഖ ചെയ്യുക. അതല്ല. അതുകൊണ്ട് ഒരു ധാർമ്മികത നമ്മൾ നേടിയെടുക്കുന്നില്ല. അത് വേസ്റ്റ് സാധനങ്ങൾ ഒഴിവായി കിട്ടാൻ വേണ്ടി ആരാന്റെ തലയിൽ വെച്ചു കൊടുക്കുന്ന മാതിരിയുള്ള, അത് അവന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയാണ്. അവന്റെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല. അവന്റെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ കണ്ണുവെച്ച് കാത്തിരിക്കുന്ന സമ്പാദ്യത്തെ മറ്റുള്ളവർക്ക് വേണ്ടി സമ്മാനിക്കുക. അവനാണ് ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നവൻ, അവനാണ് സ്വർഗത്തിലെത്തുന്നവൻ. വേസ്റ്റ് വാരി കൊടുക്കുന്നവനല്ല, വേണ്ടാത്തത് വാരി കൊടുക്കുന്നവനല്ല. ഞാൻ എനിക്ക് വേണ്ടി കരുതി വെച്ച സ്വത്ത്, എന്റെ മക്കൾക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ച സ്വത്ത്, എനിക്ക് സമ്പാദിച്ചുകൊണ്ടും ഞാൻ അധ്വാനിച്ചുകൊണ്ടും താല്പര്യപൂർവ്വം വെച്ചിരിക്കുന്ന സ്വത്ത്, അത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നവനാണ് ധർമ്മിഷ്ഠൻ. അവനാണ് പുണ്യം. വല്ലദീന ജാഹദൂ ഫീനാ, അതാണ് ജിഹാദ്. ജിഹാദ് എന്ന് പറയുമ്പോ കോലാഹലമൊന്നും യുദ്ധക്കളമൊന്നുമല്ല. ധാർമ്മികമാകുന്ന സമരം, സന്നദ്ധമായ സേവനം, അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അതുകൊണ്ടാണ് സഹീഹുൽ ബുഖാരിയുടെ ഒന്നാമത്തെ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മുഴുവൻ ഒപ്പിയെടുത്ത് സഹീഹുൽ ബുഖാരി എന്ന ലോകാനുഗ്രഹീതമാകുന്ന ഗ്രന്ഥത്തിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ ആ ഹദീസുകൾക്ക് മുഴുവനും ഒരു ഫൗണ്ടേഷൻ എന്ന നിലയിൽ കൊണ്ടുവന്ന ആദ്യത്തെ ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിങ്ങളുടെ ഏതേത് പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ബിന്നിയാത്തി, ഹൃദയം കരുതിക്കൂട്ടി ചെയ്യുന്ന കരുതൽ എന്താണെന്ന് നോക്കിയേ അല്ലാഹു തആല പ്രവർത്തനത്തിന് പ്രതിഫലം നൽകുകയുള്ളൂ. വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി കേടുവന്ന ആപ്പിളെല്ലാം കൂടെ ഒരു കൊട്ടയിൽ വാരിയിട്ട് പാവപ്പെട്ടവനെ വിളിച്ചു കൊടുത്താൽ അത് അല്ലാഹുവിനെ കാണാം. ഇത് ഒഴിവാക്കി എങ്ങനെയെങ്കിലും ഇവന്റെ കടയിൽ നിന്ന് അതിന്റെ ദുർഗന്ധം ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണ്. ചിലപ്പോൾ അത് ഫലവത്തായേക്കാം, അത് വേറെ ഭാഗം. അവന്റെ കസ്തമ്മേൽ അതിന് കൂലിയില്ല. കാര്യം അവന്റെ കസ്ത്, അവന് സുരക്ഷിതത്വം, അവന് രക്ഷപ്പെടാനുള്ള മാർഗം, അത്രയേ ഉള്ളൂ. അങ്ങനെ ആകരുത്. കർമ്മം ചെയ്യുമ്പോഴും സൽക്കർമ്മം ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അല്ലാഹുവിനെ കണക്കാക്കി വേണം ചെയ്യാൻ, അവന്റെ പൊരുത്തം മുൻനിർത്തി വേണം ചെയ്യാൻ. കണ്ടില്ലേ, ലോകത്ത് ആദ്യമായി പണി കഴിപ്പിച്ച ബൈത്താണ് പരിശുദ്ധ കഅബാലയം. ആദം നബി അലൈഹിസ്സലാം വരുന്നതിന്റെ എത്രയോ കൊല്ലം മുമ്പ് മലക്കുകൾ പണി കഴിപ്പിച്ച ഭവനമാണ് പരിശുദ്ധ കഅബാലയം. ആ കഅബാലയം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജലപ്രളയത്തിൽ അത് തകർന്നുപോയി. പിന്നീട് അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് സ്ഥലവും അളവും കാണിച്ചു കൊടുത്ത് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണി കഴിപ്പിക്കുകയാണ്. വേറെ ആരും അവിടെ ഇല്ല, സഹായിക്കാൻ ആരില്ല, വണ്ടിയും വെള്ളവും ലഗേജും ലോഡും കൊണ്ടുവരാൻ ആരുമില്ല. ഒരു പിതാവും ഒരു പുത്രനും സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം സയ്യിദുനാ നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാം രണ്ടുപേരും കൂടി
പരിശുദ്ധ കഅബാലയം പടുത്തുയർത്തുകയാണ്. കഅബാലയം പണി കഴിപ്പിച്ചതിന്റെ ശേഷം ആ വാപ്പയും മകനും കൂടി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ പറയുന്നു. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. സുബ്ഹാനല്ലാഹ്. ഇത് ഇഷ്ടദാസന്മാരുടെ അടയാളങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇഷ്ടദാസന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറെ കറാമത്തുകളുള്ള മഹാന്മാരാകുന്ന അഖ്താബുകളും ഔതാദുകളും അവതാരുകളും ഔലിയാക്കളും ആകണമെന്നില്ല. അവിടെ എത്താൻ ഒരുപാട് അധ്വാനമുണ്ട്. പക്ഷെ ഇഷ്ടദാസനാകാൻ എനിക്ക് കഴിയും, ഇഷ്ടദാസനാകാൻ നിങ്ങൾക്ക് കഴിയും. ആ മാർഗത്തിലേക്ക് നമുക്കൊരു ചുവട് സഞ്ചരിക്കുകയാണ് ഇന്ന് നമ്മുടെ ലക്ഷ്യം. അതിലൂടെ മഹാന്മാരിലൂടെയുള്ള സഞ്ചാരമാണല്ലോ ഇഷ്ടദാസനാകാനുള്ളൊരു മാർഗവും അത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ലോകത്തെ ഏറ്റവും ബൃഹത്തായ ബിൽഡിംഗ് പരിശുദ്ധ കഅബാലയം പടുത്തുയർത്തിയിട്ട് ബഹുമാനപ്പെട്ട പിതാവും പുത്രനും ദുആ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. റബ്ബേ, നീ സമീആൻ, ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളും എല്ലാം നീ കേൾക്കുന്നവരാണ്. അൽ അലീം, ഞങ്ങളുടെ ഉള്ള് അറിയുന്നവനും നീയാണ്. ഞങ്ങൾ ഈ ബിൽഡിംഗ് പണിഞ്ഞതുകൊണ്ട് ഭാവിയിൽ വരുന്ന ലോക ജനതയുടെ പ്രശംസ പിടിച്ചു പറ്റാനല്ല, ഞങ്ങൾക്ക് പ്രതിഭകളായി വിലസണമെന്ന ആഗ്രഹത്തോടു കൂടിയല്ല, ഞങ്ങളുടെ പേരും പെരുമയും പ്രതിഷ്ഠിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ഇത് ചെയ്തത്. റബ്ബനാ തഖബ്ബൽ മിന്നാ, നീ ഒന്ന് ഖബൂൽ ചെയ്ത് കിട്ടണം. ഇത് നിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്തതാണെന്ന് നീ ഒന്ന് അംഗീകരിക്കണം. അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അതുകൊണ്ട് ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷാത്കരിച്ചു, സ്വീകരിച്ചു. എന്നിട്ട് നമ്മൾ ലോകത്തിന് മുഴുവൻ അത് മാതൃകയാക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്ദേശമാണ്. നമ്മളും പള്ളി പണിയും. പൊന്നുരുന്തി പള്ളി പണിഞ്ഞ മഹാരഥന്മാർ ഇന്ന് ഖബറുകളിൽ വിശ്രമിക്കുന്നുണ്ടാവും അധികം ആളുകളും. നാഥാ, അവിടെ ഖബറുകൾ നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. ഇന്ന് കേരളത്തിൽ സുപ്രസിദ്ധമായ ഒരു പള്ളിയാണ് പൊന്നുരുന്തി ജുമാ മസ്ജിദ്. സാധാരണ പള്ളിപ്പറമ്പിൽ ശ്മശാനങ്ങളിൽ പോയി നോക്കിയാൽ ആർക്കും ഒന്ന് നല്ലവണ്ണം നോക്കാൻ പോലും കഴിയില്ല. ഇവിടെ നല്ല മനോഹരമായി ചിട്ടയൊപ്പിച്ച് കൃത്യമായി സൗകര്യപ്പെടുത്തിയ മഖബറകൾ, മഖാമുകൾ നമുക്ക് കാണാൻ കഴിയുന്നു. ബഹുമാനപ്പെട്ട പൊന്നുരുന്തി ഉസ്താദ് പതിറ്റാണ്ടുകൾ കൊണ്ട് ഈ നാടിന്റെ നായകത്വം ഏറ്റെടുത്ത് ആത്മീയതയുടെ മഹോന്നതമാകുന്ന സരണിയിലേക്ക് നമ്മളെ നയിക്കുന്ന നേതൃത്വം സർവാധിപതിയായ അല്ലാഹു ഇനിയും ഒരുപാട് കാലം ദീർഘായുസ്സും ആഫിയത്തും ഐശ്വര്യവും അനുഗ്രഹവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കുടുംബത്തിനും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അങ്ങനെ റബ്ബനാ തഖബ്ബൽ മിന്നാ, എന്ത് ചെയ്താലും പടച്ചവൻ നമ്മളൊരു 1000 രൂപ എടുത്ത് പള്ളിക്ക് സദഖ ചെയ്തു, അല്ലെങ്കിൽ മദ്രസയ്ക്ക് സംഭാവന ചെയ്തു, ഇല്ലെങ്കിൽ വീട്ടുമുറ്റത്ത് വന്ന ഫഖീറിന്റെ കയ്യിൽ ഒരു 100 രൂപ എടുത്തു കൊടുക്കുന്നു. അത് കൊടുക്കുമ്പോൾ റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചവൻ ഇത് നീ സ്വീകരിക്കണേ അല്ലാഹ്. ആ ദുആ എല്ലാ സമയത്തും ഉണ്ടാകണം. ഏത് കർമ്മം ചെയ്തതിന്റെ ശേഷവും ഇതെന്റെ പ്രൗഢിയാണ്, ഞാനാണ് ചെയ്തത്, എന്റെ പേര് അവിടെ കൊത്തിവെക്കണം, എന്റെ പേരിൽ ബാനർ എഴുതിക്കണം, എന്നെ അവിടെ ആദരിക്കണം എന്നൊക്കെ കരുതിക്കൂട്ടി 1000 പള്ളി വെച്ചാലും ഒരു നയാ പൈസയുടെ കൂലി അവനുണ്ടാവുകയില്ല. ഒരു നയാ പൈസയുടെ കൂലി അവനുണ്ടാവുകയില്ല. അവന്റെ അധ്വാനം ഭൗതികമാകുന്ന പ്രതിഫലം കിട്ടാനാണ്. അല്ലാഹു തആല പറയും, അത് അവിടുന്ന് കിട്ടിപ്പോയി മോനെ, ഇവിടിനി ഒന്നുമില്ല. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്താലും, നമ്മൾ ഒരാളെ ഒന്ന് കൈപിടിച്ച്, വീണുപോയ ഒരാളെ കൈപിടിച്ചുയർത്തി സുന്നത്താണ്. ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും അങ്ങനെ ചെയ്യണമെന്നാണ്. ഒരു അമുസ്ലിമാണെങ്കിലും ഒരു അവിശ്വാസിയാണെങ്കിലും
ഒരു യുക്തിവാദിയാണെങ്കിൽ പോലും അപകടത്തിൽപ്പെട്ടാൽ അവൻ ആരെന്ന് നോക്കാതെ അവനെ ഒന്ന് കൈപിടിച്ചുയർത്തണം. അവൻ ആവശ്യമാകുന്ന വെള്ളവും ഭക്ഷണവും കൊടുക്കണം. പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്ത് നിർദ്ദേശിക്കുന്ന നിയമങ്ങളാണ്. അപ്പോഴുമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചവനെ നീ ഇത് കബൂൽ ചെയ്യണം, എനിക്ക് അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യണം. നമ്മൾ മിഷ്കാത്തുൽ മസാബിഹ് ഓതുമ്പോ ബനി ഇസ്രായേലിന്റെ കാലത്ത് ഒരു ഗുഹ മുഖത്ത് പെട്ടുപോയ 3 പേരുടെ കഥ പറയുന്നുണ്ട്. ഞാൻ ആ കഥ ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല, അതിനുള്ള സമയമില്ല, സുദീർഘമായ കഥയാണ്. ആ കഥയിൽ ഒരാൾ പറയുന്നുണ്ട്, അല്ലാഹുവേ, എന്റെ ഉമ്മയും എന്റെ കുഞ്ഞുങ്ങളും ഞാൻ കൊണ്ടുചെല്ലുന്ന പാല്, ഞാൻ ചെന്ന് പാല് കറന്നു കൊടുത്തു വേണം അവർക്ക് കുടിക്കാൻ. ഞാനാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ഗുഹയിൽ ഞങ്ങൾ പെട്ടുപോയി. വലിയ ഒരു പാറക്കല്ല് വന്ന് ഗുഹയിൽ അടഞ്ഞുപോയി. ഇവിടുന്ന് പുറത്തു പോകാൻ വഴിയില്ല. ആ സമയത്ത് അയാൾ ഒരു ദുആയിരുന്നു, അല്ലാഹ് റബ്ബേ, ഞാൻ പാലും കറന്ന പാൽപാത്രവുമായി എന്റെ വീട്ടിൽ ചെല്ലുമ്പോ എന്റെ ഉമ്മായിക്ക് കൊടുത്തിട്ടല്ലാതെ ഞാൻ എന്റെ മക്കൾക്ക് കൊടുത്തിട്ടില്ല. ഞാൻ ഒരു ദിവസം പണി കഴിഞ്ഞ് വരുമ്പോൾ ഒരു മരം കുറുക്കിന് വീണോ, റോഡ് ബ്ലോക്കായി. അത് മറികടക്കാൻ ഞാൻ കുറെ താമസിച്ചു. ഞാൻ താമസിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും എന്റെ ഉമ്മയും കുഞ്ഞുങ്ങളും വിശന്ന് കിടന്നുറങ്ങിപ്പോയി. ആ ഉറങ്ങിപ്പോയ കുഞ്ഞുങ്ങളുടെ മുന്നിലും ഉമ്മയുടെ മുന്നിലും ഞാൻ പാൽപാത്രവുമായി നിൽക്കുകയാണ്. എന്റെ ലക്ഷ്യം എന്റെ പതിവ് പോലെ ഇതാദ്യം എന്റെ ഉമ്മായിക്ക് കൊടുക്കണം. ഉമ്മ കുടിച്ചിട്ടേ ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും കുടിക്കാവും. അല്ലാഹുവേ, അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ മക്കൾ വിശന്നുകൊണ്ടവർ എഴുന്നേറ്റു. പിതാവാകുന്ന എന്റെ തുണിയിൽ പിടിച്ച് കരയാൻ തുടങ്ങി, ഉപ്പ പാല് വേണം, പാല് വേണം. അല്ലാഹുവേ, ഞാൻ അവർക്ക് കൊടുക്കാൻ എന്റെ മനസ്സ് തോന്നിയില്ല. എന്റെ ഉമ്മയെ ഉറക്കം നഷ്ടപ്പെടുത്തി വിളിച്ചുണർത്താനും എനിക്ക് തോന്നിയില്ല. ഞാൻ എന്റെ മക്കളെ കരച്ചില് കേട്ട് എന്റെ വിശപ്പും കടിച്ചു പിടിച്ച് എന്റെ ഉമ്മ ഉണരുന്നത് വരെ കാത്തുനിന്നു. സുബ്ഹാനല്ലാഹ്, ഉമ്മ ഉണർന്നു. ഉമ്മയ്ക്ക് പാല് കൊടുത്തു. ഉമ്മയുടെ വയറ് നിറച്ചു. പിന്നെയാണ് എന്റെ പിഞ്ചോമന കുഞ്ഞുമക്കൾക്ക് ഞാൻ ആ പാല് കൊടുത്തതും ഞങ്ങൾ കുടിച്ചതും. അല്ലാഹ്, ഞാൻ ഈ ചെയ്തത് നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാ. നീ പഠിപ്പിച്ചിട്ടുണ്ട്, ഉമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തമില്ലാതെ അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടില്ലെന്ന് നീ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഓർമ്മ വന്നു. ആ പൊരുത്തത്തിന് വേണ്ടി കാത്തു നിന്ന് എന്റെ മക്കളുടെ കരച്ചില് പോലും കടിച്ചു പിടിച്ചു നിന്ന് എന്റെ ഉമ്മയ്ക്ക് പാല് കൊടുത്തു വയറ് നിറച്ചിട്ടാണ് ഞാൻ എന്റെ മക്കൾക്ക് കൊടുത്തത്. ഞാൻ ഈ ചെയ്തത് നിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണെന്ന് നിനക്കറിയുമെങ്കിൽ ഈ പാറക്കല്ലൊന്ന് മാറ്റിത്തരണം, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഇഷ്ടദാസൻ, അയാളുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നു. അതാ പാറക്കല്ല് മാറി വായു അകത്തേക്ക് കയറത്തക്കവണ്ണം കിട്ടി. അൽഹംദുലില്ലാഹ്, വെളിച്ചവും കിട്ടി, വായുവും കിട്ടി, ഇറങ്ങാറായില്ല. അപ്പോൾ രണ്ടാമത്തെ ആള് ദ്വാരക്കുന്നു, റഹ്മാനായ റബ്ബേ, എനിക്കും ഇതുപോലത്തെ ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. എന്റെ ഒരു കുടുംബത്ത് പിറന്ന ഒരു പിതൃവ്യന്റെ പുത്രി, ഞാൻ അവളെ പ്രേമിച്ചു. അവളുടെ സൽക്കർമ്മങ്ങളും സദാചാരവും കണ്ട് അവളിലേക്ക് എന്റെ മനസ്സാകർഷിച്ചു പോയി. പക്ഷേ ഒരു പൈശാചിക നിമിഷം ഞാൻ അവളെ സല്ലപിക്കാൻ സജ്ജമായി. ആ സമയത്ത് പട്ടിണി കൊണ്ട് വിറയ്ക്കുന്ന അവൾ എന്നോട് പറഞ്ഞിടാ, എന്റെ ശരീരം നീ ചീത്തയാക്കരുത്. അപ്പോൾ അയാൾ അവളുടെ മുന്നിൽ എനിക്ക് എന്റെ ദാഹം അഥവാ എന്റെ വികാരം എനിക്ക് അറിയിക്കേണ്ടി വന്നു. നീ എന്ത് പറഞ്ഞാലും ഞാൻ തരാം, പക്ഷെ എനിക്ക് നിന്നെ ഒന്ന് കിട്ടണം. അങ്ങനെ അവൾ പറഞ്ഞു, 1000 സ്വർണ്ണ നാണയം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഞാൻ
എന്ത് പണിയെടുത്തു 1000 സ്വർണ്ണ നാണയം സമ്പാദിച്ചു. 1000 സ്വർണ്ണ നാണയം സമ്പാദിച്ചിട്ട് വലിയ ആവേശത്തോടെ, വലിയ ആർത്തിയോടെ, ഇന്നവൾ ഒരു തടസ്സവും ചെയ്യില്ല, ഈ പണക്കിഴി കൊടുക്കുക, എന്റെ ആഗ്രഹം സാധിക്കുക, ഈ ലക്ഷ്യവുമായി ഞാൻ ആരുമില്ലാത്ത സമയം അവളുടെ ഏകാന്തമായ റൂമിൽ ഞാൻ അവളെ സമീപിച്ചു. അവൾ എന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിന്നിരുന്നു. ഞാൻ അവളെ, എന്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ അവളെ കട്ടിലിൽ കിടത്തി. ഞാൻ അവളുടെ ശരീരത്തിൽ, അവളുടെ കയ്യിൽ 1000 ദീനാറിന്റെ കിഴിയും കൊടുത്ത് അവളുടെ ശരീരത്തിൽ, നഗ്ന ശരീരത്തിൽ ഞാൻ ഇരുന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്റെ വികാര ശമനത്തിന് ഒരുങ്ങിയ സമയത്ത് ആ പെൺകുട്ടി അവിടെ കിടന്നുകൊണ്ട് ഇത്തമില്ല, എന്റെ അല്ലാഹുവിനെ നീ സൂക്ഷിക്കണം, ഇവിടെ ആരുമില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട്, ലാ തഫ്തഹിൽ ഖാത്തം, എന്റെ സീല് നീ പൊട്ടിക്കരുത്, എന്റെ കന്യകത്വം നീ നഷ്ടപ്പെടുത്തരുത്, എന്റെ പവിത്രമാവുന്ന ഔറത്ത് നീ മാനം കെടുത്തരുത്, ആരുമില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ടടാ എന്ന് പറഞ്ഞപ്പോൾ റബ്ബേ, നിന്നെ കുറിച്ചൊരു ഓർമ്മ എന്റെ ഖൽബിൽ വരികയും ഞാൻ 1000 ദീനാർ അവൾക്ക് സമ്മാനമായി കൊടുത്തുകൊണ്ട് ഒരു ഹറാമിനൊരുങ്ങാതെ നിന്റെ പേര് കേട്ടപ്പോ ഇത്തമില്ല, പടച്ചവനെ പേടിക്കണേടാ എന്ന് അവൾ വിതുമ്പി പറഞ്ഞപ്പോൾ എന്റെ വികാരം മുഴുവൻ ഒഴുകിപ്പോയി. നീയാവുന്ന ഖാലിഖിനെ പേടിച്ച് ഞാൻ ആ സർവ സൗകര്യവുമുള്ള സ്ഥലത്ത് നിന്നോ ഞാൻ എഴുന്നേറ്റ് പോയപ്പോ, ഞാൻ ആ ചെയ്തത് നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ പാർക്കല് മാറ്റിത്തരണമല്ലോ. സുബ്ഹാനല്ലാഹ്, ആര് പിടിച്ചാലും മാറാത്ത പാർക്കല് അല്ലാഹു തആല മാറ്റിക്കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ നമ്മൾ സൂക്ഷിക്കുന്നില്ല, അല്ലാഹുവിനെ നമ്മൾ പേടിക്കുന്നില്ല, എങ്ങനെ പിന്നെ നമ്മൾ ഇഷ്ടദാസനാകും? അതാണ് ഒരു മനുഷ്യൻ, അവർ സാധാരണ മനുഷ്യൻ, ഒലിയാകണമെന്നില്ല. ആരാണ് ഈ ഒലി? ഒലി എന്ന് പറഞ്ഞാൽ ഒരുപാട് നിബന്ധനകളുണ്ട്. ശറഹുൽ അഖായിദ പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം അൽ ഒലിയു അൽ ആരിഫു ബില്ലാഹി തആല. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ വരുന്നതിന്റെ മുമ്പ് ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചത്, എന്ത് ചെയ്താലും അല്ലാഹുവിനെ മുൻനിർത്തി വേണം ചെയ്യാൻ. എന്ത് പ്രവർത്തിച്ചാലും അല്ലാഹുവിനെ മുൻനിർത്തി വേണം പ്രവർത്തിക്കാൻ. അവന്റെ പൊരുത്തം കാക്ഷിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. അതാണ് കുല്ലു അംരിൻ ദീ ബാലിൻ ലം യുബ്ദഅ ബിസ്മില്ലാഹ് ഫഹുവ ഖത്ഉ. എന്ത് ചെയ്യുമ്പോഴും തുടക്കത്തിൽ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നതാണ് ബിസ്മില്ലാഹ്. അത് പറയുമ്പോൾ അള്ളാഹുവിന്റെ നാമത്തിൽ, അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന ചിന്ത മനസ്സിലുണ്ടെങ്കിൽ ഒരു തെറ്റിലേക്ക് നമ്മൾ പോകില്ല, ഒരു പാപത്തിലേക്ക് നമ്മൾ പോകില്ല, ഒരു ചതിയിൽ നമ്മൾ പെടില്ല. അല്ലാഹു തആല പറഞ്ഞില്ലേ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഭക്തി നിർഭരമായി നിർവഹിക്കുന്ന നിസ്കാരം, അല്ലാഹു അക്ബർ എന്ന് കൈകൊട്ടുന്നത് മുതൽ നിസ്കരിച്ച് സലാം വീട്ടുന്നത് വരെ നമ്മൾ ഭൗതിക ലോകത്ത് ചിന്തയില്ലാതെ സ്വത്തോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ചിന്തയില്ലാതെ ആ ചിന്തയിലൂടെ നിസ്കരിക്കണം. അതിനാണ് നിസ്കാരത്തിന്റെ മുമ്പ് ബാങ്ക് വിളിക്കണമെന്ന് പറഞ്ഞത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. എന്റെ കച്ചവടം അതിന്റെ അപ്പുറത്തല്ല, എന്റെ പണം അതിന്റെ അപ്പുറത്തല്ല, എന്റെ തൊഴിൽ അതിന്റെ അപ്പുറത്തല്ല, എന്റെ ഒന്നും അതിന്റെ അപ്പുറത്തല്ല. ബാങ്ക് വിളിച്ചാൽ എല്ലാം നിർത്തിവെച്ചുകൊണ്ട് അവൻ ആ ബാങ്കിന് ഉത്തരം ചെയ്യണം. അവനും അതുപോലെ ഏറ്റു പറയണം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മുടെ ഷഹാദത്ത് ഓർമ്മപ്പെടുത്തുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ലെന്ന്, അല്ലാഹു അല്ലാതെ ആരുമില്ലെന്ന് സാക്ഷ്യപ്പെടുത്തിയവനാണ് ഞാനും നീയും. അതുകൊണ്ട്
ആ സാക്ഷിത്വത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ, ആ സാക്ഷിത്വം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ എല്ലാ കാര്യവും നിർത്തിവെക്കൂ. ഹയ്യ അലസ്സലാഹ്, നിസ്കാരത്തിലേക്ക് വരൂ. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു തആലയ്ക്ക് ഇഷ്ടപ്പെട്ട സൽക്കർമ്മം എന്താണെന്ന് പഠിപ്പിച്ചു തരാമെന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചു തന്നു. അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയ്യത്തി കുല്ലിഹാ അസ്സലാഹ്. ഒരു മനുഷ്യൻ ശാരീരികമായി ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ഉന്നതമായ പദവിയിൽ നിൽക്കുന്നത് നിസ്കാരമാണ്. ആ മുത്തുനബിയെയും ഓർമ്മിപ്പിച്ചു. ആ മുത്തുനബി തങ്ങൾ 63 കൊല്ലക്കാലം മക്കയിലും മദീനയിലും മറ്റു പ്രദേശങ്ങളിലുമായി അനുഭവിച്ച സാഹസികതകളും നേടിയെടുത്ത നേട്ടങ്ങളും ഉമ്മത്തിന് വേണ്ടി സമ്മാനിച്ച സമ്മാനങ്ങളും എല്ലാം ഓർക്കാൻ വേണ്ടിയാണ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറയുന്നത്. അത് ഓർത്തു കഴിയുമ്പോൾ പിന്നെ ഒരുത്തന് നിസ്കാരത്തിൽ നിന്ന് പിന്തിരിയാൻ കഴിയില്ല. അപ്പോഴാണ് ഹയ്യ അലസ്സലാഹ്. അതിനൊരു ചോദ്യമുണ്ട്. ഇതെല്ലാം മാറ്റിവെച്ച് അങ്ങോട്ട് വരേണ്ട കാര്യമെന്തേ? അപ്പോഴാണ് അടുത്ത പറച്ചിൽ ഹയ്യ അലൽ ഫലാഹ്. ഇവിടെയാണ് വിജയം. ഇതാണ് വിജയത്തിന്റെ മാർഗം, ഇതാണ് നന്മയുടെ മാർഗം. അതുകൊണ്ട് അതെല്ലാം നിർത്തിവെച്ച്, കടയ്ക്ക് ഷട്ടറിട്ട്, തൊഴിൽ അവസാനിപ്പിച്ച്, മൺവെട്ടി താഴ്ത്തി വെച്ച്, മൺകോഴി താഴ്ത്തി വെച്ച് നീ പള്ളിയിലേക്ക് വരിക, ഇല്ലെങ്കിൽ ഉള്ള ഇടത്ത് നിസ്കരിക്കുക. അങ്ങനെ ആദ്യം തന്നെ അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിച്ച്, മുത്തുനബി തങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ സമാപിക്കുന്ന വാങ്കും, അതുപോലെ ഇഖാമത്ത് പെണ്ണുങ്ങളും ഇഖാമത്ത് പറഞ്ഞു വേണം ളുഹർ നിസ്കരിക്കാൻ, പെണ്ണുങ്ങളും ഇഖാമത്ത് പറഞ്ഞു വേണം അസ്ർ നിസ്കരിക്കാൻ. എല്ലാ ഫർദ് നിസ്കാരത്തിലും പെണ്ണുങ്ങൾ ഇഖാമത്ത് ചൊല്ലിയിട്ട് വേണം ചെയ്യാൻ. ആണുങ്ങൾ ബാങ്കും ഇഖാമത്തും രണ്ടും പറഞ്ഞിട്ട് വേണം നിസ്കരിക്കാൻ. ശക്തമായ സുന്നത്താണ്. എന്തിനാണത്? അതൊരു തയ്യാറെടുപ്പാണ്. നമ്മുടെ പരിസരം വൃത്തിയാക്കുക എന്ന് പറയുന്ന മാതിരി നിസ്കാരത്തിൽ ഖൽബിനെ ഏകാഗ്രമായി അല്ലാഹുവിലേക്ക് സമർപ്പിക്കുവാനുള്ള ഒരു മുന്നൊരുക്കമാണ് ബാങ്കും ഇഖാമത്തും. പിന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം പല നിസ്കാരത്തിന്റെയും മുമ്പ് ചെയ്യണം. എന്തിനാണ്? അതൊന്ന് ട്രയലാണ്, ഒരു ട്രയൽ. അതും കൂടി കഴിഞ്ഞ ഫർദ് നിസ്കാരത്തിലോട്ടൊന്ന് കയറി കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ, അല്ലാഹ്, ആ തക്ബീറോടുകൂടി അവൻ വേറൊരു ലോകത്തിലാണ്, അവൻ വേറൊരു പ്രപഞ്ചത്തിലാണ്. അവൻ പിന്നെ അല്ലാഹുവും അവനുമാണ്. അല്ലാഹുവിന്റെയും അവന്റെയും ഇടയിൽ ഒരു മറയില്ല. അങ്ങനെ അവൻ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന നാഥാ, നിന്റെ മുന്നിൽ നിന്റെ അടിമയായി ഒരു പാവപ്പെട്ടവരിതാ വന്നു നിൽക്കുകയാണ്. ഞാൻ എല്ലാം നിനക്ക് സമർപ്പിക്കുന്നു. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ അനക്കവും എന്റെ അടക്കവും എന്റെ സൽക്കർമ്മങ്ങളും എല്ലാം നിനക്ക് മാത്രം സമർപ്പിക്കുന്നു. സുബ്ഹാ വജ്ഹ തോന്നുമ്പോഴേക്കും അവൻ ഒരു ലോകത്തായി. അവൻ പിന്നെ നിൽക്കുന്നത് റബ്ബിന്റെ മുന്നിലാണെന്ന ഓർമ്മയായി. സുബ്ഹാനല്ലാഹ്. പിന്നെയും ഓർമ്മ ചിതറിപ്പോകാതിരിക്കാൻ കെട്ടുപൊട്ടിയ കുതിരക്കുട്ടികളെ പോലെ ഓർമ്മകൾ ഇങ്ങനെ ചീറിപ്പായുകയാണ് നമ്മുടെ മനസ്സിൽ നിന്ന്. അതിനെ ഏകാഗ്രമാക്കാൻ വേണ്ടിയാണ് മുതവജ്ജിഹൻ ഇലൽ കഅബ, കഅബയെ അഭിമുഖീകരിച്ചുകൊണ്ട് വേണം നിസ്കരിക്കാൻ. എന്റെ മൂക്കിൽ നിന്നൊരു ചരട് കെട്ടിയാൽ കഅബയുടെ ഡോറിൽ കൊണ്ടുപോയി കെട്ടാം. ഞാൻ ആ കഅബയെ സാക്ഷ്യപ്പെടുത്തിയാണ് നിൽക്കുന്നത്. ആ ചിന്തയും കൂടി വരുമ്പോൾ ഏകാഗ്രതയുടെ ഒരു സമ്പൂർണ്ണ ആവിഷ്കാരം അവിടെ സാക്ഷാത്കരിക്കുകയാണ്. എന്നിട്ടാണ് അവൻ പഠിച്ചവനെ, നിന്റെ വീട്ടിലേക്ക് ഞാൻ വരികയാണ്. പക്ഷെ ഒരു വേട്ടപ്പട്ടി അവിടെ കിടക്കുന്നു, ഒരു നായ എന്റെ വഴി തടസ്സപ്പെടുത്തുന്നു. ആ നായയുടെ രക്ഷിതാവ് നീയാണ്. അതുകൊണ്ട് നീയാകുന്ന വീട്ടുകാരൻ ആ നായയെ പിടിച്ചൊന്ന് മാറ്റിത്തരണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
ഈ ശപിക്കപ്പെട്ട നായ നിന്നിലേക്ക് വരാനുള്ള വഴി മുടക്കാൻ വേണ്ടി കിടക്കുകയാണ്, അവനെ ഒന്ന് പിടിച്ചു മാറ്റിത്തരൂ. ആ നായയെ പിടിച്ചു മാറ്റുന്നു, നമുക്ക് വേണ്ടി ഡോറുകൾ തുറക്കുന്നു, നാം അങ്ങനെ കടന്നു ചെല്ലുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഓരോ കവാടങ്ങൾ കടന്നു കടന്നു കടന്ന് അവൻ സാക്ഷാൽ രക്ഷിതാവിന്റെ സമക്ഷത്തിൽ എത്തുന്നു. നിന്നെ തേടിയാണ് എന്റെ സഞ്ചാരം, നിന്നെ കണ്ടു, നിന്നെ മാത്രം ആരാധിക്കുന്ന അടിമയാണ്. സർവമാന സഹായത്തിനും സ്വന്തവും സ്വതന്ത്രവുമായി ചെയ്യാൻ കഴിവുള്ളവൻ നീ മാത്രമാണ്. നിന്നോട് മാത്രം ഞാൻ ഇസ്തിഖ്ലാലിന്റെ സഹായം തേടുന്നു. മാഷാ അല്ലാഹ്, സംഭവിച്ചമായി, സന്തോഷമായി. അല്ലാഹ്, നിസ്കാരം എന്തൊരു ഐശ്വര്യം, കണ്ണിന് കുളിർമ. മുത്തനബി തങ്ങൾ പറഞ്ഞു, നിസ്കരിക്കുമ്പോഴാണ് എൻ്റെ കണ്ണ് കുളിരണിയുന്നത്. ഉമ്മയെ കാണുമ്പോഴല്ല, വാപ്പയെ കാണുമ്പോഴല്ല, പണത്തിന്റെ പളപളപ്പ് കാണുമ്പോഴല്ല, മെച്ചപ്പെട്ട കച്ചവടമോ മെച്ചപ്പെട്ട സമ്പാദ്യമോ മെച്ചപ്പെട്ട സർക്കാരമോ ഒന്നും കാണുമ്പോഴല്ല എന്റെ കണ്ണ് കുളിരണിയുന്നത്. അക്കണ്ട അനുഗ്രഹങ്ങൾ മുഴുവനും എനിക്ക് വാരിക്കോരി തന്ന എന്റെ സിദ്ധാവായ നിന്നെ കാണുന്ന നിസ്കാരം, എന്റെ കണ്ണ് കുളിരണിയുന്നത് നിസ്കരിക്കുമ്പോഴാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇഷ്ടദാസന്റെ അടയാളം. നമ്മൾ നിസ്കരിക്കുമ്പോൾ, നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ അടക്കം, നമ്മളൊന്നും ഇവിടെ നിങ്ങൾ അവിടെ ഇരിക്കുന്നു ഇവിടെ കയറി നിൽക്കുന്നു എന്നേ ഉള്ളൂ. സത്യത്തിൽ നമ്മളവിടെ ഇരുന്ന് നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടവരാണ്. ആയിക്കോട്ടെ, അല്ലാഹു ദീനിന്റെ ഒരു ഖിദ്മത്ത് നമുക്ക് ഏൽപ്പിച്ചു തന്നല്ലോ, അത് അർഹിക്കുന്ന രൂപത്തിൽ പരിപാലിക്കാൻ സർവാധിപതിയായ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഇൽമ് അത് പഠിക്കാനും അത് പഠിപ്പിക്കാനും അല്ലാഹു നൽകുന്ന തൗഫീഖ് അളവറ്റ തൗഫീഖാണ്. ഞാൻ ആ വഴിക്ക് പിന്നീട് വരാം ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നിസ്കാരം, നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസനാവണ്ടേ. അള്ളാഹു തആല എപ്പോഴും നോക്കുന്നത് അവന്റെ ഖൽബിലേക്കാൾ. പ്രത്യേകിച്ച് നിസ്കരിക്കുന്ന സമയത്താണ് അള്ളാഹുവിന്റെ ശ്രദ്ധ. നിസ്കാരത്തിൽ അവന്റെ മനസ്സെങ്ങോട്ടെങ്കിലും പാറിപ്പോകുന്നുണ്ടോ? നിസ്കാരത്തിൽ അവൻ മണിയറയാണോ? നിസ്കാരത്തിൽ അവൻ അവന്റെ കടയിലാണോ? നിസ്കാരത്തിൽ അവൻ സഞ്ചാരിയാണോ? നിസ്കാരത്തിൽ അവൻ സമ്പത്ത് എണ്ണി നോക്കുകയാണോ? കിട്ടാനുള്ള കടങ്ങളെ കുറിച്ച് കണക്ക് നോക്കുന്നത് നിസ്കരിക്കുമ്പോഴാണോ? ആർക്കൊക്കെ ഇനി പൈസ കൊടുക്കാനുണ്ടെന്ന് ആലോചിക്കുന്ന നിസ്കരിക്കുമ്പോഴാണോ? അടുത്ത വണ്ടി എത്ര സമയമാണ് അതിനെ റിസർവേഷൻ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്ന നിസ്കരിക്കുമ്പോഴാണോ? മകളുടെ കല്യാണം എങ്ങനെ നടത്തുമെന്ന് ആലോചിക്കുന്ന നിസ്കരിക്കുമ്പോഴാണോ? അതിനൊക്കെ ഇഷ്ടം പോലെ സമയങ്ങളില്ലേ? അല്ലാഹുവിന്റെ മുന്നിൽ നിശ്ചയിക്കപ്പെട്ട ഒരു 5 മിനിറ്റ്, ആ സമയം അവന് മാത്രം സമർപ്പിക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ നമ്മൾക്ക് എന്തിനെ ഇഷ്ടദാസന്മാരെ കഥ പറയേണ്ടതുണ്ട്? പറഞ്ഞിട്ടെന്ത് കാര്യം? വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരെ നാം പിന്തുടർന്നേ പറ്റൂ, അവരെ പിന്തുടർന്നേ പറ്റൂ. അവരെ പിന്തുടർന്ന് നമുക്ക് സായുജ്യമടയണം. അപ്പൊ നമ്മൾ ഒന്നാമതായി നമ്മുടെ നിസ്കാരം ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം ചൊവ്വേ നിസ്കരിച്ചാൽ അവന് വ്യഭിചരിക്കാൻ കഴിയില്ല. നേരത്തെ കണ്ടല്ലോ, ഒരു പെൺകുട്ടിയുമായി സർവ സൗകര്യങ്ങളും സർവ സമയവും സജ്ജമായിട്ടും ഇത്തമില്ല, പടച്ചോനെ പേടിക്കണേടാ എന്ന് പറഞ്ഞു കേട്ടപ്പോൾ, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂൻ, യഥാർത്ഥ ഈമാനുള്ളവരാരാണ്?
ഞാനും ഒരു മുഅ്മിനാണ്, നിങ്ങളും ഒരു മുഅ്മിനാണ്. പക്ഷേ നമ്മുടെ ഈമാനിന്റെ പ്രസരിപ്പ് എത്രമാത്രം ഉണ്ടെന്നും നടന്നുകൂടെ? ഇന്നമൽ മുഅ്മിനൂൻ, യഥാർത്ഥ മുഅ്മിൻ, യഥാർത്ഥ വിശ്വാസിയാരാണ്? ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹ് അല്ലാഹ് എന്ന പേര് കേൾക്കപ്പെട്ടാൽ, എന്ന ദിക്ർ ചൊല്ലപ്പെട്ടാൽ, വജിലത്ത് ഖുലൂബുഹും, അവരെ ഹൃദയം പടച്ചു പോകും. അവർക്ക് പിന്നെ വ്യഭിചരിക്കാൻ കഴിയില്ല, അവർക്ക് പിന്നെ മദ്യപിക്കാൻ കഴിയില്ല. അവരുമ്മയോട് ചൂടാവാൻ, വാപ്പയോട് പ്രഹരിക്കാൻ, സുഹൃത്തുക്കളെ മോഹിക്കാൻ, കലാപങ്ങൾ സൃഷ്ടിക്കാൻ, ദൂർത്തടിക്കാൻ, വഞ്ചിക്കാൻ, ചതിക്കാൻ, കൊല്ലാൻ, കൊള്ളരുത കാണിക്കാൻ, എല്ലാ തെറ്റുകുറ്റങ്ങളിലേക്കും അതിലൊന്നും പെടാൻ അവന് സാധ്യമല്ല. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും, അവരെ ഹൃദയം പടയ്ക്കണം. അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ ഹൃദയം പടയ്ക്കണം. അബുൽ അസ്ർ എന്നൊരു സഹാബി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായി. ആ സഹാബി ഈത്തപ്പഴം കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. ആ സഹാബിയുടെ കടയിലേക്ക് നേരത്തെ പറഞ്ഞതുപോലൊരു പെൺകുട്ടി കടന്നു വരികയാണ് ഈത്തപ്പഴം വാങ്ങാൻ. സൗന്ദര്യത്തിന്റെ പ്രതീകമാകുന്ന പൂർണ്ണചന്ദ്രനെ പോലെ പ്രസന്നമായ മുഖവുമായി സൗന്ദര്യം പ്രകടിപ്പിക്കപ്പെടുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി വന്നുകൊണ്ട് ഈത്തപ്പഴത്തിന് വില ചോദിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പൈശാചിക ചിന്ത ഉടലെടുത്തു. ആ സമയം അദ്ദേഹം ഒരു കളവ് പറഞ്ഞു. മോളെ, ഇവിടെ ഇരിക്കുന്ന ഈത്തപ്പഴത്തെക്കാൾ നല്ല ക്വാളിറ്റിയുള്ള ഈത്തപ്പഴം എന്റെ ഗോഡൌണിലാണ്, റൂമിലാണ്. നീ കയറി നോക്കിക്കോ, ഇഷ്ടപ്പെട്ടത് എടുക്കൂ, വില കുറച്ച് തരാം. നിഷ്കളങ്കയായ മുത്തഖിയ്യത്തായ പെണ്ണ ആ കുട്ടി കയറുകയാണ് ഈത്തപ്പഴം നോക്കാൻ. ഈത്തപ്പഴം നോക്കാൻ ആ കുട്ടി കയറി. അല്പം കഴിഞ്ഞപ്പോൾ മുതലാളിയും കയറി ഡോർ അടയ്ക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പന്തികേടാണെന്ന് കണ്ട സഹാബി ആ പെൺകുട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇത്തഖില്ലാഹ്, ഓ മനുഷ്യ, നിങ്ങൾക്ക് അല്ലാഹുവിനെ പേടിയില്ലേ? അല്ലാഹ് എന്നൊരൊറ്റ ദിക്ർ കേട്ട സമയം അടച്ച കതവ് വലിച്ചെറിഞ്ഞിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് പോകുകയാണ്. പോയിട്ട് പറയുന്നു, ഹുദ്ദനി യാ റസൂലല്ലാഹ്, എന്നെ ഹദ്ദനിക്കൂ, ഞാനൊരു കൊടും പാപം ചെയ്തിട്ട് വരികയാണ്. കൊടും പാവം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചത് കൊടും പാവമാണ്. കൽബിൽ ഒരു നിമിഷം വൈകാരികതയ്ക്ക് സ്ഥാനം ലഭിച്ചു, തെറ്റിലേക്ക് ചിന്തിച്ചു, അത് കൊടും പാവമായിട്ടാണ് അവർ കാണുന്നത്. അവിടെ കടന്നു പിടിച്ചിട്ടില്ല, വൈകാരികമായി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ആ ഒരു നിമിഷം അങ്ങനെ ചിന്ത വന്നു പോയല്ലോ. ആ സമയത്ത് ആ കുട്ടി ഇത്തഖില്ലാഹ്, അല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, ആ മനുഷ്യൻ ഇറങ്ങി ഓടുന്നു പേടിച്ചിട്ട്. പടച്ചവനെ, ഞാനൊരു മനുഷ്യനല്ലേ, ഞാനൊരു മുഅ്മിനല്ലേ, ഞാൻ എന്താണ് ഈ ചെയ്തത്? എന്ത് കരുതലാണ് എന്റെ ഹൃദയത്തിൽ പിശാചിന് ഡോർ തുറന്നു കൊടുത്തോ? പേടിച്ചു മുത്തുനബിന്റെ ഹദ്റത്തിൽ ചെന്നിട്ട് കാര്യം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ കൊടും പാപം ചെയ്തിട്ട് വരികയാണ്. മുത്തുനബി തങ്ങൾ ഒന്നും മിണ്ടിയില്ല. കുറെ നേരം മുത്തുനബി തങ്ങൾ ഒന്നും പ്രതികരിച്ചില്ല. അദ്ദേഹം ഓടി ഇങ്ങനെ കരയാൻ തുടങ്ങി. ആ കരഞ്ഞിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുന്നു, അഖിമിസ് സ്വലാത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത്. ഓ നബിയേ, ആ സഹാബിയോട് പറയണം, അയാൾ കരഞ്ഞു സങ്കടപ്പെട്ട് പാപത്തിൽ നിന്ന് തൗബ ചെയ്തു വന്നയാളാണ്.
ഇനി മേലിൽ ഇങ്ങനെ ഒരു പാപം വരാതിരിക്കാൻ നിസ്കാരം മുടങ്ങാതെ കൃത്യമായി നിർവഹിക്കാൻ പറയൂ. രാത്രിയിലും പകലിലുമായി 5 നേരത്തെ നിസ്കാരം ഒരു കാരണത്തിന്റെ പേരിലും മുടക്കാൻ പാടില്ല എന്നയാളോട് പറയും. എന്നിട്ട് അയാളോട് പറഞ്ഞു, ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്. അങ്ങനത്തെ നിഷ്കളങ്കമായ നിസ്കാരവും മറ്റു സൽക്കർമ്മങ്ങളും വന്നുപോയ പാപങ്ങളെ പുറത്തു തരാൻ കഴിവുള്ളതാണ്. അതുകൊണ്ട് നിസ്കാരം നിർവഹിച്ചാൽ അത് നിഷ്കളങ്കവും നിസ്വാർത്ഥവും സത്യസന്ധവുമാണെങ്കിൽ അവന്റെ പാപങ്ങൾ പുറത്തു കളയുന്നതാണ് നിസ്കാരം. അയാളോട് പറഞ്ഞ് സമാധാനിപ്പിച്ചു വിടൂ എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് 2 ഭാഗമാണ്. ഒന്ന്, ആ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ വൈകാരിക ശമനത്തിന് സൗകര്യപ്പെട്ടൊരു സന്ദർഭം സംജാതമായിട്ടും ആ സന്ദർഭത്തിൽ അല്ലാഹ് എന്ന ദിക്ർ കേട്ടതോടുകൂടെ ഹൃദയം വജിലത്ത് ഖുലൂബുഹും, ഹൃദയം പേടിച്ച് വിറച്ച് ഇലാ ഹദറത്തി റസൂലില്ലാഹ്. അതാണ് മുഅ്മിൻ. അതാണ് മുഅ്മിൻ. അവരാണ് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ. ആ ഒരു ശൈലി എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ബഹുമാനപ്പെട്ട നമ്മൾ ഇന്നെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട പള്ളിപ്പടി അഹമ്മദ് കുട്ടി ഉസ്താദ് അവരുടെ അനുസ്മരണമായിട്ടാണ്. എന്നെ അവർക്കൊക്കെ അങ്ങനെ ഒരു പദവി ലഭിച്ചത്, അവരെയൊക്കെ ആദരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനുമുള്ള പദവി ലഭിച്ചത് എന്തുകൊണ്ടാണ്? അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു. അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ ആകാശലോകത്ത് ചെന്ന് പറഞ്ഞു, അള്ളാഹു ഇന്നയാളെ സ്നേഹിച്ചിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും അയാളെ സ്നേഹിക്കണം. അങ്ങനെ മലക്കുകൾ മുഴുവനും ആ മനുഷ്യനെ സ്നേഹിക്കുകയാണ്. എന്നിട്ട് മലക്കുകൾ മനുഷ്യരുടെ ഹൃദയത്തിൽ ഉത്ബോധനം നടത്തുകയാണ്, ഇന്നയാളെ നിങ്ങൾ എല്ലാവരും സ്നേഹിക്കണം, ഇന്നയാളെ നിങ്ങൾ എല്ലാവരും സ്നേഹിക്കണം. അതാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ. ലോകത്ത് എവിടുന്നെല്ലാം സിയാറത്തിന് ചിലപ്പോൾ ആളുകൾ വരും, എവിടുന്നെല്ലാം ആളുകൾ വന്ന് സന്ദർശിക്കും. എന്തുകൊണ്ടാണ്? അല്ലാഹു സ്നേഹിച്ച മുഹയ്യിദ്ദീൻ എന്നോവർ അറ്റമില്ലാതോളം മേൽമാ ഉടയോവർ. അല്ലാഹു സ്നേഹിച്ച മുഹയ്യിദ്ദീൻ, അത് മതി, ആ ഒറ്റ തെളിച്ചു മതി, ആ ഒരൊറ്റ അംഗീകാരം മതി. അല്ലാഹു സ്നേഹിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിസ്കാരം നിങ്ങൾ ഒരു പ്രതിസന്ധിയിലും ഒഴിവാക്കുക. ജയിലിൽ കിടന്നാലും നിസ്കരിക്കണം. ഏത് കക്കൂസിൽ പിടിച്ച് കെട്ടിയിട്ടാലും അവിടെ കിടന്ന് നിസ്കരിക്കണം. ഫ്ലൈറ്റിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ചന്ദ്രനിൽ പോയാലും എവിടെ പോയാലും നിങ്ങൾ നിസ്കരിക്കണം. നിങ്ങൾക്ക് പള്ളിയിൽ വരാൻ കഴിയാത്ത ദൂരമാണെങ്കിൽ നിങ്ങളുടെ കടയിൽ ഒരു 2x4 സ്ഥലം അല്ലെങ്കിൽ ഒരു 6x4 സ്ഥലം നിസ്കരിക്കാൻ വേണ്ടി, ഒരു മുസല്ല വിരിക്കാനുള്ള സ്ഥലം നിങ്ങളുടെ മേശയുടെ അടുത്തുണ്ടാകണം. നിങ്ങളുടെ കടയുടെ എവിടെങ്കിലും ഒരു മൂലയിൽ ഖിബില തിരിച്ച് ഒരു മുസല്ല നിങ്ങൾ ഇട്ടേക്കണം. ഒരു സുന്നത്ത് നിസ്കാരം മുടക്കരുത്. നിങ്ങൾ ചായ കൃത്യമായി കുടിക്കുന്നുണ്ടല്ലോ, ഉച്ചഭക്ഷണം കൃത്യമായി കഴിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ വിളിക്കേണ്ടവരെല്ലാം കൃത്യമായി വിളിക്കുന്നുണ്ടല്ലോ, കാശ് കിട്ടാനുള്ളവരെയും കാശ് കൊടുക്കാനുള്ളവരെയൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. അവരുടെ എല്ലാം സിദ്ധാവായ നിനക്കിത് മുഴുവൻ തന്ന നായകനായ അല്ലാഹുവിനെ എന്തുകൊണ്ട് വിളിക്കാൻ സമയമില്ല? അപ്പോൾ നമ്മൾ ജീവിതം ഒന്ന് അടുക്കും ചിട്ടയും ഉള്ളതാക്കി മാറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരു പ്രഖ്യാപനം നടത്തി. നബി തങ്ങൾ ദുനിയാവിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയാം. വേറെ കാര്യമുണ്ട്, പ്രധാനപ്പെട്ട 3 കാര്യം ഇപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, അത്തൈബു വന്നിസാഉ വഖുറത്തു ഐനി ഫിസ്സലാഹ്. ദുനിയാവിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യം. ഒന്ന് അത്തൈബു, നല്ല സുഗന്ധം. സുഗന്ധം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മലക്കുകൾക്ക് ഇഷ്ടമാണ്, മരിച്ചുപോയ അർവാഹകൾക്ക് ഇഷ്ടമാണ്, അല്ലാഹു തആലയ്ക്ക് ഇഷ്ടമാണ്. സുഗന്ധം പൂശൽ സുന്നത്താണ്.
പുറത്തോട്ട് പരത്തുന്ന സുഗന്ധം അത് ആണുങ്ങൾക്ക് പൂശൽ സുന്നത്താണ്. പെണ്ണുങ്ങൾക്ക് പുറത്തോട്ട് പരക്കാത്ത സുഗന്ധമേ പാടുള്ളൂ. അപ്പൊ മറ്റുള്ളവരെ കടിച്ചു വീശുന്ന, മറ്റുള്ളവർക്കും കൂടി ആസ്വദിക്കാൻ പറ്റുന്ന സുഗന്ധം അത് ആണുങ്ങൾക്ക് സുന്നത്താണ്. ആ സുഗന്ധം നിസ്കരിക്കാൻ വരുമ്പം രാവിലെ സുബഹിക്ക് മണവസ്തു ഒന്ന് തേച്ചിട്ട് വന്നാൽ എത്ര സന്തോഷം. റമളാനിലാണെങ്കിൽ പോലും സുബഹി ബാങ്കിന്റെ മുമ്പ് ഇടയത്താഴം കഴിക്കുന്ന സമയത്ത് അത്രഭൂഷണം. കാര്യം ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അത്രഭൂഷൺ പിന്നെ കറാഹത്താണ്. അതുകൊണ്ട് ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് ഇടയത്താഴ സമയത്ത് അത്രഭൂഷൺ സുന്നത്താണ്. ആ പൂശിയ അത്തറിന്റെ മണം ബാങ്ക് വിളിച്ചതിന് ശേഷം നിലനിൽക്കുന്നതുകൊണ്ട് ഒരു വിരോധമില്ല. യാ അല്ലാഹ് ഹല ഹലി വഴി അത് നിലനിർത്തിക്കൊണ്ടു പോകാം. അപ്പൊ റമളാനിൽ പോലും അത്ര ഭൂഷണം, പക്ഷെ പകല് നോമ്പിന്റെ സമയത്ത് പാടില്ല. അത്ര ഇഷ്ടമാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മയ്യിത്ത് കൊണ്ടുപോകുമ്പോ കുളിപ്പിക്കുന്നിടത്തും മണവസ്തു ഭൂഷണം, മയ്യിത്ത് കിടത്തേക്കുന്നിടത്തും മണവസ്തു ഭൂഷണം, കഫൻ കുടയിൽ മണവസ്തു ഭൂഷണം, ഖബറിന്റെ അടുത്ത് മണവസ്തു, ഇങ്ങനെ മണം ഒരു ഭയങ്കര ഇഷ്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അത് പിശാചിനെ അകറ്റുകയും മലക്കുകളെ ആകർഷിക്കുകയും ചെയ്യുന്ന സാധനമാണ് സുഗന്ധം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മണവസ്തു നിരന്തരം ഉപയോഗിച്ചാൽ അക്ല് ബുദ്ധി വർദ്ധിക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലും മദ്രസയിലേക്ക് പോകുമ്പോൾ ഇത്തിരി അത്ര മണപ്പിച്ചിട്ട് വിടണം. ആ കുട്ടിയുടെ അക്ല് ബുദ്ധി നല്ല തിളങ്ങുന്ന ബുദ്ധിയായി സലീമായ അക്ലായി ആ കുട്ടി മാറാൻ സാധ്യതയുണ്ട്. ഞാൻ അതിലേക്ക് പോകുമ്പോൾ അത് വേറൊരു വിഷയമാണ്. ഇപ്പൊ അതിലോട്ട് പോകാൻ അല്ല പറഞ്ഞത്. മറ്റൊന്ന് നബിതങ്ങൾ പറയുവാൻ, പെണ്ണുങ്ങൾ അവരെ ഞാൻ സ്നേഹിക്കുന്നു, ആ പെണ്ണുങ്ങളെ നിങ്ങൾ തല്ലരുത്, ആ പെണ്ണുങ്ങളെ നിങ്ങൾ ചീത്ത പറയരുത്, ആ പെണ്ണുങ്ങളെ നിങ്ങൾ ആക്രമിക്കരുത്. ഇത്തഖുല്ലാഹ ഫിന്നിസാ, ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ പടച്ചവരെ പേടിക്കണം. നിക്കാഹ് കഴിച്ച് കയ്യിൽ തരുമ്പോ എനിക്ക് എന്തും ചെയ്യാനുള്ള അധികാരമെന്ന് നിങ്ങൾ കരുതരുത്. അവൾ അമാനത്താണ്, അവൾ അമാനത്താണ്. പെണ്ണുങ്ങളെ ഒരു വിധത്തിലും നിങ്ങൾ വേദനിപ്പിക്കരുത്. കുഴിച്ചു മൂടിക്കൊണ്ടിരുന്ന കാലഘട്ടത്താണ് മുത്തുനിബിതങ്ങൾ പിറന്നു വീഴുന്നത്. ആ മുത്തുനിബിതങ്ങൾ സമയവുമായി ഇറങ്ങിയ പ്രധാനമായ ദൗത്യം പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യം നൽകണമെന്നാണ്. എടാ, നീയൊക്കെ ഈ കൊച്ചു ചോര കുഞ്ഞിനെ, പെൺകുഞ്ഞിനെ പ്രസവിച്ചുടൻ കൊണ്ടുപോയി കുഴിച്ചു മൂടിയെങ്കിൽ അവിടെ വെച്ച് അവസാനിച്ചെന്ന് കരുതരുത്. നാളെ ആഖിറത്തിൽ നിന്നെയും ആ കുട്ടിയെയും നിർത്തിക്കൊണ്ട് അല്ലാഹു വിചാരണ ചെയ്യും. ചോദിക്കുന്നത് കുട്ടിയോടാണ്, പക്ഷെ ചോദ്യം നിന്നോടാണ്. എന്താണ് ചോദ്യം? മോളെ, നീ എന്ത് പാപം ചെയ്തതിന്റെ പേരിലാണ് നിന്റെ പിതാവ് നിന്നെ കുഴിച്ചു മൂടിയത്? ചോദ്യം കുട്ടിയോടാണെങ്കിലും ചോദിക്കപ്പെടുന്നവൻ നീയാണ്. അത് കേട്ട് അറബികൾ പേടിച്ചു. പിന്നെ അറബികൾ പെൺകുട്ടികളെ സ്നേഹിക്കാൻ തുടങ്ങി. അക്കൂട്ടത്തിലാണ് മുത്തനബിക്കും ഒരു മോള് ഫാത്തിമ. ഫാത്തിമ ഫാത്തിമ എന്റെ കരളിന്റെ കട്ടവാണ്. അറബികൾ കേട്ടിട്ടില്ലാത്തൊരു പ്രഖ്യാപനം. ഒരറ്റത്ത് പെൺകുഞ്ഞിനെ കുഴിച്ചു മൂടുന്നു. മുഹമ്മദ് നബി വന്നിട്ട് ഫാത്തിമത്തു എന്റെ കരളിന്റെ കഷ്ണമാണ് എന്റെ മകൾ. എന്തോ ഒരു മാറ്റമാണ് അവിടെ ഉണ്ടാക്കി തീർത്തത്. അങ്ങനെ പെൺകുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകി. അവരെ യുദ്ധത്തിന് കൊണ്ടുപോകാൻ പാടില്ല. യുദ്ധത്തിന് വെട്ടും കൂത്തും ചവിട്ടലും തൊഴിക്കലുമാണ്. അതിന് പെണ്ണുങ്ങളെ വിട്ടുകൊടുക്കാൻ പാടില്ല. ആണുങ്ങൾ യുദ്ധത്തിന് പോയാൽ മതി. ജുമഅത്തും ജമാഅത്തിനും പെണ്ണുങ്ങൾ വരണ്ട. അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത ഇളവാണ്. എന്തുകൊണ്ട് വരണ്ട? പെണ്ണുങ്ങളും കൂടി യുദ്ധത്തിന് പള്ളിയിൽ ജുമഅത്തും ജമാഅത്തിനും വന്നാൽ വീട് പരിപാലിക്കാൻ ആളില്ലാതെ വരും. കുഞ്ഞിനെ പാല് കൂട്ടുന്ന കുഞ്ഞിനെ പാല് കൊടുക്കാൻ ആളില്ലാതെ വരും. മൂത്രിക്കുന്ന കുഞ്ഞിന്റെ മൂത്രം വൃത്തിയാക്കാൻ ആളില്ലാതെ വരും. കാട്ടിക്കുന്ന കുഞ്ഞിനെ കാട്ടം വൃത്തിയാക്കി കൊടുക്കാൻ ആളില്ലാതെ വരും. വീട് തൂക്കാനും വീട് പരിപാലിക്കാനും ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം പാകം ചെയ്തു കൊടുക്കാനും പെണ്ണുങ്ങളാവുന്ന നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിന് നിങ്ങൾക്ക് അളവറ്റ പ്രതിഫലം തരും. ഇവിടെ ജുമഅയ്ക്ക് വന്ന് പങ്കെടുക്കുന്നതിനേക്കാൾ പുണ്യമാണ് ജുമഅയ്ക്ക് വരുന്ന ഭർത്താവിന്റെ തുണി അലക്കി തേച്ച് കൊടുക്കുന്നത്. ജുമഅയ്ക്ക് വേണ്ടി വരുന്ന ഭർത്താവിന് വെള്ളം കൊടുക്കുകയും തിരിച്ചു വരുമ്പോൾ ഭക്ഷണം കൊടുക്കുകയും ചെയ്യുമ്പോ അയാൾ ജുമഅയ്ക്ക് കൂടിയതിനേക്കാളും പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. മറ്റൊന്ന്,
നബിയുടെ ഭാര്യമാര് പലരും വന്ന് യുദ്ധത്തിന് പോകട്ടെ ചോദിച്ചപ്പോൾ വേണ്ട, നിങ്ങൾക്ക് യുദ്ധമില്ല, നിങ്ങളുടെ യുദ്ധം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഖിദ്മത്ത് ചെയ്യലാണ്. ഭർത്താവിന്റെ ഡ്രസ്സ് അലക്കി കൊടുക്കുക, ഭർത്താവിന് കഞ്ഞി വെച്ചു കൊടുക്കുക, ഭർത്താവിന് ചോറ് വെച്ചു കൊടുക്കുക, ഭർത്താവിന് ആവശ്യമാവുന്ന ഖിദ്മത്ത്, അതാണ് യുദ്ധം. യുദ്ധം എന്ന് പറഞ്ഞതിൽ വേറെ ചില അർത്ഥമുണ്ട്, ഞാൻ ഇന്നിപ്പോൾ അവതരിപ്പിക്കുന്നില്ല, അതിന് സമയമില്ല. കാരണം ചില ഭർത്താക്കന്മാരെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഒരു യുദ്ധം തന്നെ ചില പെണ്ണുങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. കുറച്ചവരെ അല്ലാഹു തആല കാക്കട്ടെ. ഏതായിരുന്നാലും മുത്തുനബി തങ്ങൾക്ക് പെണ്ണുങ്ങളോട് പ്രത്യേകം സ്നേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നബി തങ്ങൾ പ്രത്യേകം കാക്കാൻ പറഞ്ഞ പെണ്ണുങ്ങളായതുകൊണ്ട് ഒരു ഭാര്യയെയും തല്ലരുത്, ചീത്ത പറയരുത്. ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണത്തിൽ മുത്തുനബി തങ്ങൾ പ്രസംഗിച്ചു, ഇത്തഖുല്ലാഹ ബിന്നിസാ ഫഇന്നകും അഖദ്തുമൂഹുന്ന ബികലിമത്തില്ലാഹ് അഖദ്തുമൂഹുന്ന ബിഅമാനത്തില്ലാഹ്. അല്ലാഹുവിന്റെ അമാനത്താണ് നീ ഏറ്റെടുത്തിരിക്കുന്നത്, അതിനൊരു കേടുപാടും വരാതെ തിരിച്ചു കൊടുക്കേണ്ടതാണ്. അമാനത്തായ ഒരു കാര്യം ഏറ്റെടുത്താൽ അതുപോലെ തിരിച്ചു കൊടുക്കണം. പിന്നീട് ഹബീബ നബി തങ്ങൾ വസ്തഹലത്തും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, സവ്വജത്തുക്കാരന് രക്ഷകർത്താവ് പറയുന്നു, ഖബൽതു നിക്കാഹഹ എന്ന് പുതിയാപ്പളയും പറയുന്നു. അങ്ങനെ അല്ലാഹു നിശ്ചയിച്ച കലിമത്തുകളുടെ പേരിലാണ് അവരുടെ ശരീരത്തെ നീ ഹലാലാക്കിയത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ കലിമത്തുമേൽ നിൽക്കുന്ന ശരീരമാണിത്. അല്ലാഹുവിനെ പേടിച്ചല്ലാതെ അവളോട് പെരുമാറരുത്, അവളെ കണ്ണുനീര് ചാർത്തരുത്, അവരെ വേദനിപ്പിക്കരുത്, അവളെ പട്ടിണിക്കിടരുത്, അവളെ ദാഹിപ്പിക്കരുത്, അവളെ പറമ്പിൽ കിടത്തരുത്, അവൾക്ക് സേഫ്റ്റിയുള്ള ഭവനം കൊടുത്ത് ഭദ്രമായി പരിരക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആനും തിരുനബി തങ്ങളും പ്രഖ്യാപിച്ചു. അങ്ങനെ പെണ്ണുങ്ങൾക്ക് മറ്റൊരു പ്രസ്ഥാനവും കൊടുക്കാത്ത സംരക്ഷണവും സേഫ്റ്റിയും സൗകര്യവും അവർക്ക് കൊടുത്തു. പിന്നീട് പറഞ്ഞത് വഖുർറത്തു ഐനി ഫിസ്സലാ, പിന്നെ എനിക്ക് മൂന്നാമത്തെ ഏറ്റവും വലിയ ഇഷ്ടം നിസ്കരിക്കണം. നബി തങ്ങൾ എപ്പോഴും എന്ത് വിഷയം ഉണ്ടെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദ്വാരക്കും, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദ്വാരക്കും, എപ്പോഴും നിസ്കരിക്കണം. പള്ളിയിൽ കയറിയാൽ നിസ്കരിക്കാതെ നിങ്ങൾ ഇരിക്കരുതേ, അത് കറാഹത്താണെന്ന് നബി തങ്ങൾ പ്രഖ്യാപിച്ചു. പള്ളിയിൽ ഒന്നുമെടുത്ത് കയറിയാൽ 2 റക്അത്ത് തഹയ്യത്ത് നിസ്കരിക്കണം, അല്ലെങ്കിൽ 2 റക്അത്ത് ളുഹറിന്റെ മുമ്പുള്ളത്, അല്ലെങ്കിൽ അസറിന്റെ മുമ്പുള്ളത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു 2 റക്അത്ത് നിസ്കരിക്കാതെ പള്ളിയിൽ കയറിയാൽ ഇരിക്കരുത്. കാര്യം പള്ളി അള്ളാഹുവിന്റെ ഭവനമാണ്, അള്ളാഹുവിനൊരു ഹദിയ കൊടുക്കാതെ ഇരുന്നളരുത്. നിസ്കാരമാണ്. നേരത്തെ പറഞ്ഞല്ലോ, നബി തങ്ങൾക്ക് എപ്പോഴും അള്ളാഹുവിലേക്ക് മുനാജാത്താണ്. നിസ്കാരം മുനാജാത്ത്, മുഅ്മിനിന്റെ മുനാജാത്താണ്. മുനാജാത്ത് എന്ന് പറഞ്ഞാൽ അഭിമുഖ സംഭാഷണം. ആരുമായി? ഖാലിഖായ റാസിഖായ ജല്ല ജലാലായ അല്ലാഹുവുമായി സംഭാഷണം നടത്തുന്ന ഒരു ഭാഗ്യദശയാണ് നിസ്കരിക്കുന്ന സമയം. എത്രമാത്രം ഭംഗിയോടെ വേണം നിർവഹിക്കാൻ. നല്ല ഒതുവെടുത്ത് കുളിച്ച് വൃത്തിയാക്കി വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ഭക്തിയോടെ കഅബയ്ക്ക് നേരെ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അത് ഭക്തി നിർഭരമാകണം. അത് മാന്തിയും ചൊറിഞ്ഞും അങ്ങോട്ട് തിരിഞ്ഞും ഇങ്ങോട്ട് തിരിഞ്ഞും കോഴി കൊത്തുന്നത് പോലെ അച്ചടക്കമില്ലാതെ റുക്കൂഉം സുജൂദുമൊക്കെ കമ്പ്യൂട്ടർ സിസ്റ്റം പോലെ നിർവഹിച്ചു പോയാൽ അവന്റെ നിസ്കാരത്തിന് ഒരു ഗുണവുമില്ല. ഫവൈലൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും ഫീ സലാത്തിഹിം സാഹൂൻ അൻ സലാത്തിഹിം സാഹൂൻ. അല്ലാഹു തആല പറഞ്ഞു, നിസ്കാരം അശ്രദ്ധമായി നിസ്കരിക്കുന്നവൻ എന്തൊലക്കെയാണ് അവനെ ചെയ്യുന്നത്? അവന് നാശമാണ്, അവനത് നഷ്ടമാണ്, അവൻ അതുകൊണ്ട് ഒരു നേട്ടവും നേടാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, എന്റെ ഉമ്മമാരെ, പെണ്ണന്മാരെ, ഏതായാലും നമ്മൾ നിസ്കരിക്കുന്നു, ആ നിസ്കാരം ഭക്തിപൂർണമാകണം. മുത്തുനബിക്ക് ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാക്കും, ഈ ദുനിയാവിൽ മുത്തുനബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ നിസ്കാരം അത് നമ്മൾ ഏറ്റെടുക്കണം. ഇനി അതിന്റെ പുറകിൽ ചെറിയ ചരിത്രമുണ്ട്, അത് ഞാൻ എന്റെ കൂട്ടത്തിൽ പറയാം. വിഷയമായിട്ട് ചിലപ്പോ ബന്ധം ഉണ്ടാക്കണമെന്നില്ല, എന്നാൽ ഇല്ലാതെയില്ല. നമ്മുടെ വിഷയം അള്ളാഹുവിന്റെ ഇഷ്ടദാസനാണ്. ഇഷ്ടദാസൻ എന്ന മഹബത്ത് ലഭിക്കാൻ, അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കാൻ അവരിഷ്ടപ്പെട്ടത് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാം. മുത്തനബി ഇഷ്ടപ്പെട്ടത് 3 കാര്യം അതിവിടെ പറഞ്ഞു. അത് മാത്രമല്ല, ഹസറല്ല, വേറെ ഉണ്ട്. ഇവിടെ പറഞ്ഞത് 3 കാര്യം. അത് പറഞ്ഞ ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയെ യാ റസൂലല്ലാഹ്, തങ്ങൾ 3 കാര്യം പറഞ്ഞല്ലോ, എനിക്കൊരു 3 കാര്യം പറയണ്ടേന്ന് പറഞ്ഞു. സിദ്ദീഖ് തങ്ങൾ എന്ന് പറഞ്ഞാൽ
ഈ മഹബത്തിന്റെ ഒരു പ്രതീക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിന്റെ ഒരു പ്രതീകമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ വിഷയം മാത്രം പറയാൻ നമുക്ക് കുറെ സമയം വേണ്ടി വരും. ഞാൻ അങ്ങോട്ടല്ല പോകുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയെ, തങ്ങൾ പറഞ്ഞു എനിക്കും പറയാറുണ്ട് 3 കാര്യം. ഹുബ്ബിബൈനയ്യ മിൻ ദുനിയാകും സലാസ്. 3 കാര്യം എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടതുണ്ട്. എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യം? പറയട്ടെ നബിയെ. അപ്പ അന്നളറു ഇലൈക വഇൻഫാഖു മാലി അലൈക വൽജുലൂസ് ബൈന യദൈക. എനിക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യം അതാണ്. അന്നളറു ഇലൈക, എനിക്ക് തങ്ങളെ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കണം. അങ്ങയുടെ പ്രസന്ന മുഖം എനിക്കിങ്ങനെ കണ്ണെടുക്കാതെ കണ്ടുകൊണ്ടിരിക്കണം. ഇതാണ് എന്റെ ദുനിയാവിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അതാണ് സുബ്ഹാനല്ലാഹ്. എന്തോ ഒരു മഹബത്താണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. മൻ റആ വജ്ഹക യസ്അദ് യാ കരീമൽ വാലിദൈനി ഹൗലുക സാഫിൽ മുബറദ് വിറുദുനാ യൗമൻ നശൂരി. മൻ റആ വജ്ഹക യസ്അദ്, തങ്ങളുടെ മുഖമൊന്ന് കാണാൻ കിട്ടുന്ന ഭാഗ്യം, അതെന്തോ ഒരു ഭാഗ്യമാണ്. എനിക്കത് മാത്രം, എനിക്ക് ഉമ്മാന്റെ മുഖവും കാണണ്ട, വാപ്പാടെ മുഖവും കാണണ്ട, എന്റെ മക്കളെയും കാണണ്ട, എനിക്ക് മുത്തുനബി ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം. ഇതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. സുബ്ഹാനല്ലാഹ്. ബിശ്റാലി ഉമ്മത്തിഹി ബിറുയതി വജ്ഹിഹി ഹദാ ഹുവൽ ജാഹുൽ അമീമുൽ അസിയതു. ഏറ്റവും വലിയൊരു ഉമ്മത്തിന്റെ ആഗ്രഹം എന്താണ്? ബിശ്റാലി ഉമ്മത്തിഹി ബിറുയതി വജ്ഹിഹി, മുത്തുനബിന്റെ മുഖം ഒന്ന് കാണാൻ കിട്ടുന്ന ഭാഗ്യം. ഈമാനോടുകൂടെ മുത്തുനബിന്റെ ഹയാത്ത് കാലത്ത് ആ മുഖം ഒന്ന് കണ്ടാൽ അയാൾ സഹാബിയായി. സഹാബിയാകാൻ അത് മതി. മൻ റആ വജ്ഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ റആ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനോടുകൂടെ മുത്തുനബിയെ കണ്ടവൻ സഹാബിയാണ്. ഈമാനോട് മരിക്കണമെന്നും കൂടി ഒരു ഷർത്ത് ഇമാമിയങ്ങൾ വെച്ചിട്ടുണ്ട്. സഹാബി ആയാലുള്ള ഗുണം എന്താ? സഹാബിയായാൽ ഭയങ്കര നേട്ടമാണ്. ആള് മാറി. നമ്മൾ ഈ കോർപ്പറേഷനും പഞ്ചായത്തും ഒക്കെ ആയിട്ടുള്ള വ്യത്യാസമുണ്ടല്ലോ. കോർപ്പറേഷനിൽ കറണ്ട് ചാർജ് 3000 അടയ്ക്കേണ്ടി വരും, പഞ്ചായത്തിന് 1000 അടച്ചാൽ മതി. ഇങ്ങനെ ഓരോ ഡെവലപ്മെന്റ് വ്യത്യാസമുള്ളത് പോലെ മുത്തുനബിയെ കാണലോടുകൂടെ ആള് സഹാബിയായി. ആള് സഹാബിയായാലോ ആ സഹാബിക്ക് കിട്ടുന്ന പ്രതിഫലം അളവറ്റ പ്രതിഫലമാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങളെങ്ങാനും ഒരു ഉഹദ് മലയോളം സ്വർണം ധർമ്മം ചെയ്താൽ, മൻ അൻഫഖ മിസ്ല ജബലി ഉഹദിൻ ദഹബ, ഒരു ഉഹദ് മലയോളം 6-7 കിലോമീറ്റർ നീണ്ട് നിവർന്ന് പരന്ന് കിടക്കുന്ന മലയാണ് ഉഹദ് മല. ആ ഉഹദ് മലയോളം സ്വർണം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തൊന്നും പറയാനില്ല. അത്രയും സ്വർണം മുത്തുനബിയെ കാണാൻ ഭാഗ്യം ലഭിക്കാത്ത ഒരാൾ ധർമ്മം ചെയ്തു എന്ന് സങ്കല്പിക്കുക. എന്നാൽ മാ ബലഗ മുദ്ദഹദിഹിം വലാ യസിഫഹു, ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, മാ ബലഗ മുദ്ദഹദിഹിം, മുത്തുനബിയെ കണ്ട സഹാബിയുടെ ഒരു മുദ്ദ് അരി ധർമ്മം ചെയ്യുമ്പോൾ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം ഈ ഉഹദ് മലയോളം സ്വർണം ധർമ്മം ചെയ്താലും നമുക്ക് കിട്ടൂല. സുബ്ഹാനല്ലാഹ്. ക്രെഡിറ്റ് പോയ പോക്ക് നോക്കി. അവരെന്താ ചെയ്ത്? അവരൊന്നും ചെയ്തില്ല. അവര് ചെയ്തത് മുത്തുനബിയെ കണ്ടു. അതോടെ ആര് സഹാബിയായി. സഹാബിയായാൽ അയാൾ ഒരു നയാ പൈസ ധർമ്മം ചെയ്താൽ നമ്മൾ കോടികൾ ധർമ്മം ചെയ്തതിനേക്കാൾ പുണ്യം കിട്ടും. അയാൾ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ നമ്മുടെ ജീവിതം മുഴുവൻ സുബ്ഹാനല്ലാഹ് ചൊല്ലിയതിനേക്കാൾ കൂലി കിട്ടും. അയാൾ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ നമ്മുടെ ജീവിതം മുഴുവൻ നിസ്കരിക്കുന്നതിനേക്കാളും കൂലി കിട്ടും. അതോടുകൂടി അവർ വലിയ പദവിയുള്ളവരായി മാറി.
അതാണ് എല്ലാ ഔലിയാക്കന്മാരെക്കാളും ഏറ്റവും വലിയ ഔലിയാക്കന്മാർ മുത്തനബിയുടെ സഹാബാക്കളാണ് എന്ന് പറയാൻ കാരണം ആ സഹാബാക്കളിൽ ഏറ്റവും വലിയ പദവിയുള്ള ആളാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ പദവി കിട്ടാനുള്ള ഒരു ന്യായമായി നമുക്കിതിനെ കാണാം. എന്റെ ദുനിയാവിൽ എനിക്ക് 3 കാര്യങ്ങളാണ് നബിയെ മനസ്സിലാക്കാനുള്ളത്, ഇഷ്ടപ്പെട്ടത്. തങ്ങളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയാൽ ഭക്ഷണം കഴിക്കുക, അല്ലെ അത്യാവശ്യം കാര്യങ്ങൾ നടത്തി കൊടുക്കുക, പോരാ മുത്തനബിന്റെ മുന്നിലുണ്ടാവും. അതുകൊണ്ട് അല്ലാഹു തആല എന്ത് ചെയ്തു? 6 സൗറിൽ ഖദീജ ഉമ്മ വന്നിട്ടില്ല, ആയിഷ ഉമ്മ വന്നിട്ടില്ല. 6 സൗറിൽ ഒരു ആളും കൂടിയിട്ടില്ല. 6 സൗറിൽ കൂടിയത് സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. സാനിയ സിനൈൻ ഇദ്ഹുമാ ഫിൽ ഗാർ. ഖുർആനിൽ അത് പറഞ്ഞു. 6 ഗുഹയിൽ ഇരിക്കുന്ന 2 മഹാന്മാർ, ആര്? സിദ്ദീഖുൽ അക്ബർ തങ്ങളും മുത്തുനബിയും. സുബ്ഹാനല്ലാഹ്. അതേ ചേർച്ച ഇന്ന് റൗള ശരീഫിൽ പോയി നോക്കൂ. ഖബറിൽ മുത്തുനബിയോട് ചേർന്ന് കിടക്കാൻ സിദ്ദീഖുൽ അക്ബറിനെ കഴിഞ്ഞിട്ടുള്ളൂ. ആയിഷ ഉമ്മയും ഖദീജ ഉമ്മയും അവിടെ ഇല്ല. അവർക്കൊന്നും ആ ഭാഗ്യം ലഭിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോ അല്ലാഹുവും മുത്തുനബിയും സിദ്ദീഖ് തങ്ങളുമായിട്ടൊരു ബന്ധം, റാസിമാൻ പറയുന്ന ഒരു സംഭവമുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ അവിടുത്തെ ജനാസ എടുത്ത് എവിടെ ഖബറടക്കണ്ടെന്ന് അറിയാൻ മുത്തുനബിയുടെ സമ്മതം കിട്ടാൻ വേണ്ടി റൗള ശരീഫിൽ കൊണ്ടുവന്നു. ജനാസ കൊണ്ടുവന്നു, റൗള ശരീഫിന്റെ മുന്നിൽ വെച്ചു. ആ വാതിലിന്റെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഹാദാ അബൂബക്കർ ബിൽ ബാബ്. ഓ ഖബറിൽ കിടക്കുന്ന നബിയെ, സിദ്ദീഖുൽ അക്ബറിന്റെ ജനാസ കൊണ്ടുവന്ന് റൗള ശരീഫിൽ വെച്ചിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്ന് അവിടുന്ന് പറയണം. ഖബറിൽ നിന്ന് അശരീരി കേൾക്കുന്നു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. എന്റെ ഹബീബിനെ എന്റെ അടുത്ത് തന്നെ അടക്കൂ. അങ്ങനെയാണ് ആ മഹാഭാഗ്യവാൻ, ലോകത്താർക്കും കിട്ടാത്ത ഭാഗ്യം ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നേടിയെടുക്കുന്നത് മഹബ്ബത്ത് കൊണ്ട് അല്ലാഹു കൊടുത്ത ഭാഗ്യമാണ്. അന്നദറു ഇലൈക് വഇൻഫാഖു മാലി അലൈക്. എനിക്കുള്ള എല്ലാ സ്വത്തുക്കളും തങ്ങൾ പറയുന്ന കാര്യത്തിന് വേണ്ടി ചെലവഴിക്കണം, അതെന്റെ മോഹമാണ്. നബിതങ്ങൾക്ക് ഒട്ടകം വേണമോ? ഞാനാണ് വാങ്ങിത്തരുന്നത്. നബിതങ്ങൾക്ക് കുതിര വേണമോ? ഞാനാണ് വാങ്ങിത്തരുന്നത്. നബിതങ്ങൾക്ക് പള്ളി വെക്കണമോ? എന്റെ സംഭാവനയാണ് മുന്നിലുള്ളത്. അങ്ങനെ വലിയ സമ്പന്നനായി വന്ന ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവസാനം ഫഖീറായി, പാവപ്പെട്ടവനായി, ഒരു സ്വത്തും ബാക്കി വെക്കാതെ മരിച്ചു പിരിയുന്നു. ആ സമ്പാദ്യം മുഴുവനും തങ്ങളെ അവിടുന്ന് പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി എന്റെ സത്ത് മുഴുവനും ഞാനിതാ ചെലവഴിച്ച് തീർക്കാൻ വലിയ മോഹമുണ്ട് നബിയേ. എന്തോ ഒരു സന്തോഷമാണ്. പിന്നെ പറയുകയാണ്, തങ്ങൾ ഇരിക്കുന്ന മജ്‌ലിസിൽ എനിക്കിരിക്കണം നബിയേ. ഒരു മജ്‌ലിസും അല്ലാഹു പാഴാക്കിയില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്‌ലിസുകളിലെല്ലാം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ട്, യുദ്ധക്കളത്തിലുണ്ട്, മജ്‌ലിസിലുണ്ട്, എല്ലാ സ്ഥലത്തുമുണ്ട്. പിന്നെ മകളെ കെട്ടിച്ചു കൊടുക്കുന്നതോടുകൂടെ കുടുംബക്കാരനുമായി സുബ്ഹാനല്ലാഹ് വലിയ അംഗീകാരമുള്ള നേതാവാണ്. ഇരിക്കട്ടെ, ഞാൻ അതൊന്ന് പറഞ്ഞു തീർക്കാനുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് മൂന്നാമത് മുത്തുനബി 3 കാര്യം പ്രഖ്യാപിച്ചു. സന്ദർഭോചിതമായി വന്ന കാര്യമാണ്. ഉടനെ എഴുന്നേറ്റ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ 3 കാര്യം പറഞ്ഞു. ഉടനെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറയുകയാണ്, നബിയേ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാം. എനിക്ക് ഈ ദുനിയാവിൽ ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട് നബിയേ. ഏതൊക്കെയാണെന്നറിയുമോ?
അന്നളറു ഇലാ ഔലിയാഇല്ലാഹ്. അല്ലാഹുവിനെ മഹബ്ബത്ത് വെച്ച, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കന്മാരെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കണം എനിക്ക്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ എനിക്ക് കാണണം, അവരെ നോക്കിക്കൊണ്ടിരിക്കണം എനിക്ക്. അല്ലാഹുവിന്റെ ശത്രുക്കളോട് എനിക്ക് സമരം ചെയ്യണം, എന്റെ ആഗ്രഹം. മൂന്നാമത്തത് അല്ലാഹുവിന്റെ വിധി വിലക്കുകളെ പൂർണ്ണമായും പരിരക്ഷിക്കുന്നവരായിട്ട് എനിക്ക് ജീവിക്കണം. ഈ മൂന്ന് കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. സുബ്ഹാനല്ലാഹ്, ഔലിയാക്കന്മാരെ കാണുന്നത് പുണ്യമാണ്. ഔലിയാക്കന്മാരെ കാണുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നിങ്ങൾ അവരെ കണ്ടാൽ, ഔലിയ ആരാണ്? നിങ്ങൾ അവരെ കണ്ടാൽ അല്ലാഹുവിനെ ഓർമ്മ വരും. മാഷാ അല്ലാഹ്, ഒരു വലിയനെ കാണുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മ വരുന്ന വലിയ, അതാണ് വലിയ. അൽ വലിയ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചല്ലോ, അൽ വലിയ അൽ ആരിഫു ബില്ലാഹി തആല വബിസിഫാതിഹി ഹസ്ബമാ യുംകിനു. കഴിവിന്റെ പരമാവധി അല്ലാഹുവിനെയും അവന്റെ സിഫാത്തിനെയും കുറിച്ച് അറിയുന്നവൻ, പരമാവധി പഠിച്ചവൻ. പഠിച്ചവനിക്ക് ഒലിയാവാൻ പറ്റുള്ളൂ. അല്ലാഹുവിനെ കുറിച്ച് അറിയണം, അവന്റെ സിഫത്തുകൾ വുജൂദ് ഖിദം ബഖാഅ് അതിനെക്കുറിച്ച് വിശാലമായി അവൻ അറിയണം. അല്ലാഹുവിലേക്ക് അറിവ് കൊണ്ട് ലയിച്ചവനാണ് അല്ലാഹുവിന്റെ വലിയ. 2 കുപ്പായവും 3 കോട്ടുവിട്ടിറങ്ങിയാൽ വലിയാകുമെന്ന് കരുതരുത്. എപ്പോഴും ഇലാഹിയായ ചിന്തയിൽ അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ഒക്കെ നമ്മൾ നോക്കിയാൽ അല്ലാഹുവിന്റെ ദിക്ർ അല്ലാതെ ഒന്നുമില്ല. യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ. അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. അതാണ് നമ്മുടെ ജീവിതം. അല്ലാഹു ഹാദിരി, അല്ലാഹു എൻ്റെ മുന്നിലുണ്ട്. അല്ലാഹു മുന്നിലുണ്ടെന്ന് പറയുന്ന അർത്ഥം എന്താണ്? അല്ലാഹു ഇഷ്ടപ്പെടാത്തതൊന്നും ചെയ്യില്ല. ഉമ്മ മുന്നിൽ നിന്നാൽ ഉമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യില്ല. പാപ്പ മുന്നിൽ നിന്നാൽ പാപ്പയ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യില്ല. ഉസ്താദ് മുന്നിൽ നിന്നാൽ ഉസ്താദിന് ഇഷ്ടമില്ലാത്തത് ചെയ്യില്ല. അല്ലാഹു മുന്നിലുണ്ട്, ഹാദിരി. മുന്നിലുണ്ടെന്ന് മാത്രമല്ല, അല്ലാഹു നാദിരി, എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ എന്തൊക്കെ ചെയ്യുകയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല റഖീബുൻ, നിങ്ങളുടെ നിരീക്ഷകനാണ്. നമ്മളെ എല്ലാ സമയം നിരീക്ഷിക്കുന്നവൻ അല്ലാഹുവാണ്. ആ ഓർമ്മയിൽ ജീവിക്കുന്നവനാണ് വലിയുള്ളാഹ്, അല്ലാഹുവിന്റെ വലി. എന്നിട്ടോ അൽ മുവാദിബു അല തആതി, പൂർണ്ണ സമയവും ഇബാദത്തിൽ മുഖരിതരായവൻ, അവനാണ് വലിയ. അൽ മുജ്തനിബു അനിൽ മആസി, സർവ പാപങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവൻ. അൽ മുഅരിദു അനിൽ ലദ്ദാതി വശഹവാത്, സുഖലോലുപകതകളിലോ ഭൗതിക ആഡംബരങ്ങളിലോ ഒന്നിലും ഇടപെടാത്തവൻ, കളിയും തമാശയും ഒക്കെ അവഗണിച്ചവൻ, അവനാണ് വലിയ. ആ വലിയാണ് നേരത്തെ നമ്മൾ ഓതിയത്, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്കൊരു പേടിയുമില്ല, അവർക്ക് പേടിക്കേണ്ടതുമില്ല, അവർക്ക് പേടിക്കേണ്ടതില്ല. കാര്യം അല്ലാഹുവിന്റെയും റസൂലിന്റെയും പൊരുത്തമില്ലാത്തതൊന്നും അവർ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. അവൻ വമ്പിച്ച വിജയം നേടിക്കഴിഞ്ഞു, അവൻ അല്ലാഹുവിന്റെ ഇഷ്ടദാസനായി കഴിഞ്ഞു. പിന്നെ അവൻ പേടിക്കണ്ട. അതല്ലേ മുരി, എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. നിന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. റളിയാ ഇലാഹുനാ അൻ ഗൗസി ഖുത്ബീനാ മുഹയ്യിദ്ദീൻ ശൈഖീനാ ഖുദ്നാ ബിഐദീനാ. നിന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? അൽ മർഉ മഅ മൻ അഹബ്ബ.
ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമുക്കൊക്കെ രക്ഷപ്പെടാനുള്ള കുറുക്കു വഴിയാണ്. എന്നെ പോലത്തെ നിങ്ങളെ പോലത്തെ ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള കുറുക്കു വഴി അൽ മർഉ, ഒരു മനുഷ്യൻ അവൻ ആരെയാണോ ഹുബ്ബ് വെച്ചത് അവരെ കൂടെ അവന് ചേരാൻ പറ്റും. ഞാൻ ആരെയാണോ ഹുബ്ബ് വെക്കുന്നത്, പള്ളിപ്പടി ഉസ്താദ് അവരുടെ മഹബത്ത് വെച്ചവന് അവരെ കൂടെ സ്വർഗത്തിൽ പോകാൻ പറ്റും. കാര്യം എന്നെ മഹബത്ത് വെച്ചവരെ കൂട്ടിക്കോളാൻ അല്ലാഹു എന്നോട് പറയും. അപ്പൊ ഞാൻ എന്റെ മുഹിബ്ബീങ്ങളെല്ലാം കൂട്ടും. എന്നെയോ ഞാൻ മഹബത്ത് വെച്ചവർ എന്നെ കൂട്ടും, അവർ മഹബത്ത് വെച്ചവർ അവർ കൂട്ടും. അങ്ങനെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബത്ത് വെച്ച കോടാനുകോടി ആളുകളുമായിട്ടാണ് മുത്തനബി തങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നത്. എത്ര രസമായിരിക്കും അത്. വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ. തങ്ങളെ ആ രസം ഒന്ന് ആലോചിച്ച് നോക്കി. വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ. തങ്ങളെ തങ്ങൾക്ക് എല്ലാവരെയും രക്ഷപ്പെടുത്താനുള്ള ശഫാഅത്തിന്റെ അധികാരം അല്ലാഹു തരും. അല്ലാഹു തരുമ്പോ തങ്ങൾ എല്ലാവരെയും രക്ഷപ്പെടുത്തും, അവരെല്ലാവരെയും കൂട്ടി സ്വർഗത്തിലോട്ട് പോകും. തങ്ങൾക്ക് എന്തോ ഒരു സന്തോഷമായിരിക്കും. ഖുർആൻ ചോദിക്കുക. അപ്പോഴാണ് നബി തങ്ങൾ പ്രതികരിച്ചു. അള്ളാഹുവിന്റെ ആയത്തിന് അള്ളാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ പൊരുത്തപ്പെടും, ഞാൻ പൊരുത്തപ്പെടുന്നത് വരെയും നീ എനിക്ക് തന്നുകൊണ്ടിരിക്കുമെന്നാ പറഞ്ഞത്. എന്നാ ഞാനെന്ന് പ്രതികരിക്കട്ടെ. ലാ അല്ലാ, ഞാൻ പൊരുത്തപ്പെടുകയില്ല, എന്റെ പൊരുത്തം ഞാൻ പൂർത്തിയാക്കുകയില്ല. നരകത്തിലുണ്ടെങ്കിൽ ഞാൻ പൊരുത്തപ്പെടില്ല. എന്റെ ഉമ്മത്തിൽപ്പെട്ട, എന്നെ സ്നേഹിച്ച, ഞാൻ പറഞ്ഞതുപോലെ നിസ്കരിച്ച, എന്റെ സുന്നത്തുകൾ മുറുക്കെ പിടിച്ച ഒരുത്തനെങ്കിലും നരകത്തിലുണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തിലോട്ട് പോവില്ല, അവനെയും കൊണ്ടേ ഞാൻ പോവുള്ളൂ. സുബ്ഹാനല്ലാഹ്. സദഖത യാ റസൂലുള്ളാഹ്, സദഖത യാ റസൂലുള്ളാഹ്. എത്ര സന്തോഷമാണ് നമുക്ക്. സഹാബാക്കളെന്ന് തുള്ളിച്ചാടി ആഹ്ലാദിച്ചു. സഹാബാക്കൾ ഭയങ്കര സന്തോഷം പ്രകടിപ്പിച്ച ദിവസമാണ് അന്നത്തെ ദിവസം. ഖറഅന, അവരങ്ങനെ പറഞ്ഞു, പാടി പറഞ്ഞു, ഖറഅന ഫിദ്ദുഹാ വലസൗഫ യുഅതി ഫസറ ഖുലൂബനാ ദാക്കൽ അതാഉ. നബിയേ, ആ യുഅതിക റബ്ബുക കേട്ടപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് നബിയേ. വഹശാ യാ റസൂലല്ലാഹ് തർദാ. നബിയെ, തങ്ങൾ പൊരുത്തപ്പെടുമോ? ഞങ്ങൾ ഒരാളെങ്കിലും നരകത്തിലോ വേദനയിലോ അദാബിലോ ഉണ്ടെങ്കിൽ തങ്ങളുടെ മനസ്സ് സന്തോഷിക്കുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം. സന്തോഷിക്കുന്നത് വരെ ശഫാഅത്തിന് അധികാരം തരുമെന്ന് അല്ലാഹു പറഞ്ഞിരിക്കവേ ഞങ്ങളെല്ലാവരും എന്തായാലും രക്ഷപ്പെടും നബിയെ. അങ്ങനെ തുള്ളിച്ചാടി സഹാബാക്കൾ. നമുക്കും തുള്ളാം. പക്ഷേ നബി തങ്ങളുടെ ഉമ്മത്താവണം. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അവിടുന്ന് പറഞ്ഞു തന്നത് അനുസരിച്ച് ഏറ്റെടുത്ത മുഹിബ്ബാകണം. ആ മഹബ്ബത്തുള്ള അടിമയായാൽ നമുക്കും ആ സഞ്ചയത്തിൽപ്പെട്ട് കരകയറാം. സർവാധിപതിയായ അല്ലാഹു നമുക്ക് അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. അതാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻയുദറു ഇലാ ഔലിയാഇല്ലാ. ഔലിയാക്കന്മാരെ കാണാൻ പോകണം. ജീവിച്ചിരിക്കുന്ന മഹാന്റെ അടുക്കലും പോകണം, വഫാത്തായി പോയ മഹാന്റെ അടുക്കലും പോകണം. മഹാന്മാരെ കാണണം, ഉസ്താദുമാരെ കാണണം, മശായിഖുമാരെ കാണണം. അത് വലിയ സന്തോഷമാണ്, അത് വലിയ ആനന്ദമാണ്. അങ്ങനെ കണ്ടാൽ അവർ നമ്മളെ സ്നേഹിക്കും. ആ സ്നേഹം നമുക്ക് അവരെ കൂടെ ചേർന്ന് സ്വർഗത്തിലെത്താനുള്ള വസീലയാകും. ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തന്റെ തുഹ്ഫയിൽ പഠിപ്പിച്ചല്ലോ, ഫൈന സുവാറഹും യഊദു അലൈഹിം മിൻഹും മദദുൻ ഉഖ്റവിയ്യുൻ. ഫൈന സുവാറഹും, മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾ, അത് ഹയ്യും വമയ്യിത്തൻ, മരിച്ചു കിടക്കുന്നവരാണെങ്കിലും ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും ആ മഹാന്മാരെ സന്ദർശിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ, യഊദു അലൈഹിം മിൻഹും മദദുൻ ഉഖ്റവിയ്യുൻ, ആ മഹാന്മാരിൽ നിന്ന് ആത്മീയമാകുന്ന സഹായങ്ങൾ ആ സന്ദർശിക്കുന്ന ആളിലേക്ക് ഒഴുകിയെത്തും. അതുകൊണ്ട് മഹാന്മാരുടെ സന്ദർശനം വർദ്ധിപ്പിക്കണം. ഇക്സാറുൽ മക്സി ഇൻദ സിയാറ, ഖബർ സിയാറത്തിന് പോകുമ്പോ അല്പം താമസിച്ചും വെയിറ്റ് ചെയ്തും ഖുർആൻ ഓതിയും ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യണം. ചെന്നങ്ങോട്ട് സലാം പറയാ, ഓടുക, അത് അവർക്ക് ഇഷ്ടപ്പെടൂല. അവരെ സന്തോഷിപ്പിച്ച് അവിടുന്ന് അച്ചടക്കത്തോടെ നിന്ന് വേണമെന്ന് ഗസാലി ഇമാം പഠിപ്പിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ഹയ്യം വ മയ്യിത്തൻ, മരിച്ചുപോയ മഹാന്മാരെയും ജീവിച്ചിരിക്കുന്ന മഹാന്മാരെയും നോക്കുന്നത് എന്റെ ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉടനെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. മുത്തനബി 3 കാര്യം പറഞ്ഞു, സിദ്ദീഖുൽ അക്ബർ 3 കാര്യം പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ 3 കാര്യം പറഞ്ഞു. ഉടനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, യാ സയ്യിദി യാ റസൂലല്ലാഹ്, ഓ നബിയേ, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ്, ഒരു 3 കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറയാനുണ്ട്. അല്ലാഹുവിന്റെ ദീനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യമുണ്ട്. ഇഫ്ശാഉസ് സലാം വഇത്ആമുത് തആം വസ്സലാത്തു ബില്ലൈൽ വന്നാസു നിയാം. എനിക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യം ഏതാണെന്ന് അറിയുമോ നബിയേ? ഇഫ്ശാഉസ് സലാം, എല്ലാവരോടും സലാം പറയണം. ആരെ കണ്ടാലും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും, എനിക്കിങ്ങനെ സലാം പറയണം. നമ്മളോ പാപ്പാനെ കണ്ടാൽ പോലും പറയൂല, ഉമ്മയെ കണ്ടാൽ തീരെ പറയൂല. അതുകൊണ്ട് ഇന്ന് രാത്രി വയറ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ കഥ ഉറക്കുന്ന ആരാ നോക്കണം. ഉമ്മ ആണെങ്കിലും കഥ കൊണ്ട് ഉറക്കുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആദ്യമായിട്ടാണെങ്കിൽ ഉമ്മ വിചാരിക്കടാ ഇപ്പൊ പള്ളിക്കാട്ടിൽ നിന്നാ വരുന്ന ജിന്നുവിലും കൂടിയോ ഇവന്റെ ഒരു സലാം. ഇപ്പൊ ആദ്യമായിട്ട് ദുനിയാവ് ഇവനെ പെറ്റു വളർത്തി 10-40 വയസ്സായി, ഇപ്പൊ ആദ്യമായിട്ടൊരു സലാം. പഠിച്ചവനെ അല്ലെ ഊഴെല്ലാം കൂടിയോ അല്ല പറഞ്ഞാൽ ഇന്ന് വേദന കേട്ടതാണ്. അതുകൊണ്ട് ഉമ്മായിക്ക് സലാം പറയണം. ചെന്ന് കയറുമ്പോഴും പറയണം. എങ്ങോട്ടെങ്കിലും രാവിലെ കട തുറക്കാൻ പോകുമല്ലോ, ഉമ്മായി ഒന്ന് കണ്ടിട്ടേ പോകാവൂ. ഉമ്മാന്റെ മുഖത്ത് സന്തോഷത്തോട് നോക്കിയാൽ ഹജ്ജ് ചെയ്ത് കൂലി കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഒരു ദിവസം എത്ര ഹജ്ജ് ചെയ്യാൻ പറ്റും നമുക്ക് ആലോചിച്ച് നോക്കിയേ. അപ്പൊ രാവിലെ പോകും, ഉമ്മാനെ കണ്ടിട്ടേ പോകാവൂ. ഉമ്മാനെ കണ്ടിട്ട് ഉമ്മ ദ്വാരക്കണേ കച്ചവടത്തിന് പോവാണ്, എൻ്റെ പൊന്നുമോൻ അള്ളാഹു എല്ലാ ഐശ്വര്യം തരട്ടെ. ഉമ്മാന്റെ കൈക്ക് പിടിച്ചൊന്ന് മുത്തി ഉമ്മയുടെ മുഖത്ത് ഒരു മുത്തം കൊടുത്ത് റാഹത്തായിട്ട് സന്തോഷിച്ചിട്ട് അസ്സലാമു അലൈക്കും. ഓ മാഷാ അല്ലാഹ്, പെരുന്നാളാ മക്കളെ, പോകുന്ന വഴിക്ക് മരിച്ചാലും സ്വർഗത്തിലാണ്. നേരെ മറിച്ച് ഉമ്മായിട്ട് കരുപ്പിട്ടിറങ്ങിയിട്ട് പിന്നെ ഞാൻ പറയുന്നില്ല ബാക്കി. മഅല്ലാഹ് ഒരിക്കലും അങ്ങനെ വരാതിരിക്കട്ടെ. ഇപ്പോഴത്തെ തലമുറ, ഇപ്പോഴത്തെ മക്കൾക്ക് ഉമ്മയോട് ബഹുമാനമില്ല, പാപ്പയോട് ബഹുമാനമില്ല, സഹോദരങ്ങളോട് സ്നേഹമില്ല, കുടുംബാദികളുമായി ബന്ധമില്ല. അതൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഞാൻ പറയുന്ന അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണം. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു അടിമയായി നമുക്ക് ജീവിച്ചു മരിക്കണം. അതിന് അള്ളാഹുവിന്റെ ദീൻ മുറുക്കി പിടിച്ചേ മാർഗമുള്ളൂ. അതിന് ഈ മഹാന്മാർ പറഞ്ഞ 3 കാര്യമാണെങ്കിൽ അത് മുഴുവനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രായോഗികമാക്കണം. ഇഫ്ശാഉസ് സലാം, എല്ലാ മുഅ്മിനീങ്ങളോടും എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളോടും സലാം പറയണം. വിദ്യാർത്ഥികാരോട് സലാം പറയാനുള്ള കാര്യം അവർക്ക് അള്ളാഹു റസൂലിനോട് സ്നേഹമില്ലാത്തവരാ. അവരാദ്യം അള്ളാഹുവിനെ സ്നേഹിക്കട്ടെ, എന്നിട്ട് അള്ളാഹു റസൂലിനെ സ്നേഹിക്കട്ടെ, എന്നിട്ട് ഔലിയാക്കന്മാരെ സ്നേഹിക്കട്ടെ. അള്ളാഹു മഹബത്ത് വെക്കാൻ പറഞ്ഞവരെ അവർ മഹബത്ത് വെക്കട്ടെ, എന്നിട്ട് അവർ നമുക്ക് മഹബത്ത് വെക്കാം. അസ്സലാമു അലൈക്കും അത് വെയിറ്റ്, അത് പിന്നെ പറയാം. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികൾ, മഹാന്മാരെ സ്നേഹിക്കുന്നവർ, ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നവർ, ആ മാതാപിതാക്കളെ അനുസരിക്കുന്നവർ, അവർക്കൊക്കെ നമ്മൾ സലാം പറയണം. എന്റെ പെങ്ങളോട് ഞാൻ അസ്സലാമു അലൈക്കും പറയണം, എന്റെ അനുജനോട് ഞാൻ അസ്സലാമു അലൈക്കും പറയണം, എന്റെ ഇക്കായോട് അസ്സലാമു അലൈക്കും പറയണം, എന്റെ കൊച്ചാപ്പായോട്, എന്റെ മൂത്താപ്പായോട്, എന്റെ കൊച്ചുമ്മയോട്, എന്റെ മൂത്തുമ്മയോടൊക്കെ സലാം പറയണം. പെണ്ണുങ്ങൾ പരസ്പരം കാണുമ്പോ ഉമ്മ ഉമ്മയെ കാണുമ്പോ അസ്സലാമു അലൈക്കും പറയണം, ഉമ്മ വാപ്പയെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും പറയണം. ഇങ്ങനെ അസ്സലാമു അലൈക്കും സർവ്വവ്യാപകമാക്കണം. അത് ഈമാനിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇഫ്ശാഉസ് സലാം. അത് ഓരോന്നും നാം നേരത്തെ പറഞ്ഞല്ലോ, ഓരോന്നും ഓരോ ദിവസം അധ്യായം വെച്ച് പറയേണ്ടതുണ്ട്. നമുക്കിന്ന് അത് അങ്ങനെ പറയേണ്ട ദിവസമല്ലല്ലോ. രണ്ടാമത് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണ്? ഭക്ഷണം കൊടുക്കണം. അതാ കൊടുക്കുന്നത്, അതാ കൊടുക്കുന്ന ഭക്ഷണം ഇങ്ങനെ വിളമ്പാൻ. അത് മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം വിളമ്പാൻ. ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ ഫ്രൂട്ട്സും ഭക്ഷണമൊക്കെ തന്ന അല്ലാഹു തആല ആരൊക്കെയാണോ അതിലിടപെട്ടവർക്കെല്ലാം അല്ലാഹു വളപറ്റ് പ്രതിഫലവും ബറക്കത്തും ചെയ്യട്ടെ. പഠിച്ചവനെ, ഞങ്ങൾക്ക് അന്നവും വെള്ളവും തന്ന മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകണം റഹ്മാനെ. അമ്മിഞ്ഞിപ്പാല് തന്ന ഉമ്മമാർ
അള്ളാഹു ഇവരെത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാവരെയും ഉമ്മമാരെ നീ സ്വർഗത്തിലാക്കണം അല്ലാഹ്. അവരെ പാല് കുടിച്ചാണ് ഞങ്ങൾ വളർന്നത്. ഞങ്ങളൊരു ബിസ്മി ചെല്ലുന്നുണ്ടെങ്കിൽ അത് അവരുടെ പാലിന്റെ ഗുണമാണ്. ഞങ്ങൾ ഒരു ദിക്റ് ചെല്ലുന്നുണ്ടെങ്കിൽ ആ പാലിന്റെ ബർക്കത്താണ്. ഒരു സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാലിന്റെ ഗുണമാണ്. അറിവില്ലാത്തതിന്റെ പേരിൽ ഉമ്മമാരെ ഭാഗത്തു നിന്ന് മല പോലെ പാപം വന്നിട്ടുണ്ടെങ്കിലും പൊറുക്കണേ അല്ലാഹ്, പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ വാപ്പമാർ ഞങ്ങൾക്കെല്ലാം കൊണ്ടുതന്നത് അവരാണ്. ഞങ്ങൾക്ക് ഒരമരുന്ന് മുതൽ, ഞങ്ങൾക്ക് മിഠായി മുതൽ, ഞങ്ങൾക്ക് ഈത്തപ്പഴവും ചക്കരയും എല്ലാം കൊണ്ടുതന്ന ഞങ്ങളുടെ വാപ്പമാർ. അല്ലാഹുവേ, അവരെത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ റഹ്മാനെ. വിനീതനായ എൻ്റെ വാപ്പയടക്കം ഇവിടെ ഇരിക്കുന്ന പലരുടെയും വാപ്പമാർ ഖബറിലായിരിക്കും. ഈ പള്ളിക്കാട്ടിൽ കാണുന്ന മീസാൻ കല്ലുകൾ കഥ പറയുന്നുണ്ടാവും. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഇവിടെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. ഈ പള്ളിക്കാട്ടിൽ കിടക്കുന്ന മുഴുവൻ ഖബർവാസികൾക്കും നീ സ്വർഗം നൽകണേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങൾ ഓതിപ്പടിച്ച കാലത്ത് ഭക്ഷണം തന്ന് മുത്തഅല്ലിം എന്ന നിലയിൽ മക്കൾക്ക് കൊടുക്കുന്നത് പോലെ ഞങ്ങൾക്ക് തന്ന് സ്നേഹവും വാത്സല്യം തന്ന കുടുംബിനികൾ, ഉമ്മമാർ, വാപ്പമാർക്കൊക്കെ നീ സ്വർഗം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇന്നും അന്നും എന്നും ഭക്ഷണം തരുന്നവർക്ക് നീ റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ ഇവിടുത്തെ ഉജീനം, ആ ഉജീനത്തിനൊക്കെ പങ്കുചേർന്നവർ, ഇന്ന് മാത്രമല്ല കാലങ്ങളോളമായി നടത്തി വരുന്ന 63ാമത്തെ വാർഷികം മുത്തനബിയുടെ പ്രായമാണ്, റസൂലുള്ളാഹിന്റെ വയസ്സാണ്. അൽഹംദുലില്ലാഹ്, എനിക്ക് തന്നെ ഇന്ന് ഇവിടെ വരാൻ ഭാഗ്യം കിട്ടിയല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കാൻ. ഞാൻ പണ്ടൊരു 10-15 കൊല്ലം എന്നെ വിളിക്കാൻ വന്ന ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രിയപ്പെട്ട സുഹൃത്തും പിതാക്കന്മാർ എന്നെ വിളിക്കാൻ വന്നത് 2 വാപ്പമാരാണ്. ഞാൻ ചോദിച്ചു, അവിടെ ചെറുപ്പം അല്ല, ഞങ്ങളുടെ ആഗ്രഹമാണ്. അയ്യോ, എന്താ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വേദന വന്നപ്പോൾ 15 കൊല്ലം മുമ്പ് അവർ പറഞ്ഞപ്പോഴേ കൃത്യമായിട്ട് വയസ്സൊക്കെ ഓർമ്മ വന്നേ. ഞാൻ വിചാരിച്ച 5-6 കൊല്ലം ആയിന്ന. അവർ പറയാം, അല്ല ഉസ്താദെ 15 കൊല്ലം കഴിഞ്ഞ് 16ാമത്തെ കൊല്ലമാണ് ഉസ്താദ് ഇവിടെ വന്ന് അന്ന് വേദ പറഞ്ഞു. ഇവിടെ അല്ലായിരുന്നു, കുറച്ചപ്പുറത്ത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെ സ്നേഹിക്കുന്ന ആളുകൾ, അന്നം തരുന്ന ആളുകൾ, ഖിദ്മത്ത് ചെയ്യുന്ന ആളുകൾ, അല്ലാഹു അവർക്കെല്ലാം നീ സ്വർഗം നൽകണേ റഹ്മാനെ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ. അൽഹംദുലില്ലാഹ്. ഇരിക്കട്ടെ. അപ്പൊ ഇത്ആമുത്തആം അത് നമ്മൾ എല്ലാവരും ഏറ്റെടുക്കണം. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ സഹാബാക്കളുടെ വിഷയങ്ങളെല്ലാം നമ്മൾ ഏറ്റെടുക്കണം. ഇത്ആമുത്ത്, ആർക്കും ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുക്കുന്നിടത്ത് നമ്മൾ ആരെയും വേർതിരിക്കേണ്ട. ജാതി മതഭേദമന്യേ ഭക്ഷണം കൊടുക്കണമെന്നാണ്. നേർച്ച ഭക്ഷണമല്ല. നേർച്ച ഭക്ഷണത്തിന് ഷർത്തുണ്ട്, സക്കാത്തിന്റെ ഓഹരിക്ക് ഷർത്തുണ്ട്. അതൊക്കെ നിബന്ധനയുള്ള ഭക്ഷണം. അല്ലാത്ത നമ്മുടെ ഈ പൊതു അന്നദാനങ്ങളൊക്കെ നബിദിനത്തിനും ആണ്ട് നേർച്ചയ്ക്കൊക്കെ വെച്ച് വിളമ്പുന്ന ഭക്ഷണമൊക്കെ എല്ലാവർക്കും കൊടുക്കണം. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, പൂച്ചയ്ക്കും നായ്ക്കും പറവകൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കണം. അതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നാളെ മരിക്കാൻ ഉറപ്പുണ്ടെങ്കിലും ഇന്നൊരു മരം വെച്ച് പിടിപ്പിക്കുക. ആ മരം നിങ്ങൾ കബറിൽ കിടക്കുമ്പോഴും വളർന്നു വലുതായി അതിൽ ചക്ക പിടിച്ച് ആരൊക്കെയോ അടർത്തി തിന്നും. അതിന്റെ കൂലി നിന്റെ കബറിലേക്ക് ഒഴുകിയെത്തും. ആരും തിന്നില്ലെങ്കിൽ പ്രാണികളും അണ്ണാനും പ്രാവും മറ്റ് പക്കികളും വന്ന് അത് കുത്തിത്തിന്നും. അതിന്റെ പ്രതിഫലം നിന്റെ കബറിലെത്തും. അതുകൊണ്ട് ധാന്യങ്ങൾ നട്ടുപിടിപ്പിക്കുക, മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക, ഫലങ്ങളുള്ള മരങ്ങളൊക്കെ വെച്ചുപിടിപ്പിക്കുക. നമ്മളെപ്പോഴും നമ്മളെ അടർത്തി ഇന്ന് നമ്മളെ വീട്ടിൽ അടർത്തുന്ന തേങ്ങയും ചക്കയൊക്കെ ഉമ്മയും വാപ്പയൊക്കെ വെച്ച് തന്നതാണ്. അല്ലാഹു അതിന്റെ എല്ലാ പ്രതിഫലം അവർക്ക് നീ ഔദാര്യമായി 1000 ഇരട്ടി കൊടുക്കണമല്ല. അവിടെ എല്ലാവരും പോയി തെങ്ങ് വെക്കണം. എവിടെങ്കിലും വെച്ച് കളയരുത്. അവനവന്റെ പറമ്പിൽ നല്ല വെക്കാനൊക്കെ ഉള്ള ചെറുപ്പം പുറത്തൊക്കെ നിങ്ങൾ നോക്കിക്കോണം. ഞാൻ ഇത്രേ പറയുള്ളൂ. അതിന്റെ നിബന്ധനകളൊക്കെ ഒപ്പിച്ച് നിങ്ങൾ വെച്ചോ. മരം വെക്കേണ്ടടുത്ത് മരം വെക്കാം, തെങ്ങ് വെക്കേണ്ടടുത്ത് തെങ്ങ് വെക്കാം, മാവ് വെക്കേണ്ടടുത്ത് മാവ് വെക്കാം, പ്ലാവ് വെക്കേണ്ടടുത്ത് പ്ലാവ് വെച്ചാൽ നമ്മൾ റാഹത്തായിട്ട് കബറിൽ കിടന്നാലും ഇങ്ങനെ പ്രതിഫലം ഒഴുകിക്കൊണ്ടിരിക്കും. ചിലരുണ്ടല്ല, കിട്ടുന്ന 2 ലക്ഷം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി ബാങ്കിലിടും. എന്നിട്ട് ഇങ്ങനെ വരുമാനം ഒഴുകിക്കൊണ്ടിരിക്കും. എല്ലാ മാസവും 5000 10,000 അവന്റെ വീട്ടിലേക്ക് അരി വാങ്ങി തിന്നാൻ. നരകത്തിലേക്കുള്ള അരി. പടച്ചവനെ, പലിശ വാങ്ങി ആദായാണെന്ന് പറഞ്ഞ് ഇങ്ങനെ വാങ്ങാൻ ഹറാം, ഹറാം. അവർക്കൊന്നും ഈ ബാബുമായി ഒരു ബന്ധവുമില്ല. ലോട്ടറി എടുക്കുന്നവൻ, പലിശ വാങ്ങുന്നവൻ, തട്ടിപ്പ് നടത്തി കച്ചവടം നടത്തുന്നവൻ, കള്ളം പറഞ്ഞ് പൈസ വാങ്ങുന്നവൻ, കള്ളം പറഞ്ഞ് ബിസിനസ് നടത്തുന്നവൻ, അവനെല്ലാം ഹബീബാ നബി തങ്ങൾ പറഞ്ഞു, അത്തരം കച്ചവടക്കാരൊക്കെ തെമ്മാടികളുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വസ്തനായ കച്ചവടക്കാരനുണ്ട്. ഹക്കായി കച്ചവടം ചെയ്യുന്നവൻ അവൻ
അമ്പിയാക്കന്മാരും സാലിഹീങ്ങളുടെ കൂടെ ഇരിക്കാൻ അവന് ഭാഗ്യമുണ്ടാവും. അപ്പോ കച്ചവടം ഭയങ്കര ബറക്കത്താൻ സത്യസന്ധമായിട്ടായിരിക്കണം. വഞ്ചനയും ചതിയും ഉണ്ടോ അവൻ നരകവാസിയായിട്ട് മാറും. വരുമാനം എന്തെങ്കിലും ആകട്ടെ തിന്നണമെന്ന് ചിന്തിക്കരുത്. ഹൈറായതേ തിന്നാവൂ, ഇല്ലെങ്കിൽ പട്ടിണി കിടന്നാലും വേണ്ടിയില്ല, ഹൈറായതേ തിന്നാവൂ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഭക്ഷണം കൊടുക്കണം. ഔലിയാക്കന്മാരുടെ പേരിൽ എത്ര ഭക്ഷണം കൊടുക്കുന്നത്. സത്യത്തിൽ ഔലിയാക്കന്മാർ ആരും മരിച്ചു വിട്ടില്ല. ഔലിയാക്കന്മാർക്ക് ഇപ്പോഴും ഹയാത്തിലുണ്ട്. ഓസുല്ലാഹം തങ്ങൾ ഇപ്പം ഓരോ നാട്ടിലും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ അന്നം വിളമ്പുകയാണ്. അടുത്ത മാസം റിഫാഇ ഷേഖിന്റെ മാസമാണ്. റിഫാഇ ഷേഖിന്റെ പേരിൽ ഇഷ്ടംപോലെ അന്നം കൊടുക്കുകയാണ്. ഫത്ഹുൽ മുഈനിൽ പറഞ്ഞല്ലോ, മരിച്ചുപോയവരുടെ പേരിൽ ധർമ്മം ചെയ്താൽ അതിന്റെ പ്രതിഫലം ആ മരിച്ചവർക്ക് ലഭിക്കും. ഏതുപോലെ അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇത് ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് എന്ത് പ്രതിഫലം കിട്ടുമോ അതേ പ്രതിഫലം അവർ മരണിച്ചതിന്റെ ശേഷം അവരുടെ പേരിൽ നിർവഹിച്ചാൽ കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട അയിമ്മത്തുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മുഹീദ്ദീൻ ഷേഖിന്റെ പേരിൽ വെച്ച് വിളമ്പിയാൽ അതിന്റെ അർത്ഥം എന്താ? സാക്ഷാൽ മുഹീദ്ദീൻ ഷേഖ് ഹയാത്ത് കാലത്ത് മൂപ്പര് തന്നെ വിളമ്പുന്നത് പോലെയുള്ള പ്രതിഫലം മൂപ്പർക്ക് കിട്ടും. ഞാൻ എന്റെ വാപ്പാന്റെ പേരിൽ 100 പാക്കറ്റ് സിമന്റ് പള്ളിക്ക് കൊടുത്താൽ എന്റെ വാപ്പ ജീവിച്ചിരിക്കുമ്പോ വാപ്പ 100 പാക്കറ്റ് സിമന്റ് പള്ളിക്ക് കൊടുത്തതിന്റെ പുണ്യം കിട്ടുന്നത് പോലെ ഈ മക്കളും മരുമക്കളും ഒക്കെ കൊടുത്തതിന്റെ കൂലി കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇബത്തുകൾ നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് മരിച്ചവരുടെ പേരിലൊക്കെ ധർമ്മം ചെയ്യണം. മരിച്ചവരുടെ പേരിലൊക്കെ സദഖ ചെയ്യണം. മരിച്ചുപോയ ഉമ്മായെ മറക്കരുത്, മരിച്ചുപോയ വാപ്പാനെ മറക്കരുത്. അവരതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ അടക്കം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസികളാകുന്ന വാപ്പയും ഉമ്മയും കുടുംബക്കാര്. കുടുംബത്തെ എനിക്ക് വേണ്ടി ഫാത്തിഹ ഓതുന്നുണ്ടോ? എനിക്ക് വേണ്ടി യാസീൻ ഓതുന്നുണ്ടോ? എന്റെ മക്കൾ ഞാൻ പഠിപ്പിച്ചതുപോലെ നിസ്കരിക്കുന്നുണ്ടോ? ഞാൻ പഠിപ്പിച്ചതുപോലെ ഖുർആൻ ഓതുന്നുണ്ടോ? അതോ എന്നെ മറികടന്നുകൊണ്ട് അധർമ്മത്തിനും അഹങ്കാരത്തിനും പോകുന്നുണ്ടോ? ഇതെല്ലാം കാണും. അവർ കണ്ടാൽ നല്ലതാണ് കണ്ടതെങ്കിൽ അവർ അള്ളാഹുവിനെ സ്തുതിക്കും, മക്കൾക്ക് വേണ്ടി ദ്വാരക്കും. ചീത്തയാണ് കണ്ടതെങ്കിൽ അവർ വാ വിട്ട് കരയും, ആ മക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും. എന്തിനാ മരിച്ചതിന് ശേഷം വാപ്പായെ വേദനിപ്പിക്കണോ? മരിച്ചുപോയ ഉമ്മ ഇനി വിഷമിപ്പിക്കണോ? അങ്ങനെ വിഷമിപ്പിക്കണ്ടെങ്കിൽ ഉമ്മ പഠിപ്പിച്ചതിന് വിരുദ്ധമായി സലാഹിയത്തായ കാര്യങ്ങൾ ഉമ്മ പഠിപ്പിച്ചു. മോനെ സുബഹിസ്കരിച്ചിട്ട് 1 പേജ് ഖുർആൻ ഓതണേ മോനെ. എല്ലാ ദിവസവും ഉമ്മ പിടിച്ചിരുത്തി ഓതിപ്പിക്കുമായിരുന്നു. പക്ഷെ ഉമ്മ മരിച്ചുപോയതിന് ശേഷം മോൻ ഓതുന്നില്ല. ആ ഉമ്മ കരയും, ആ ഉമ്മ ഖബറിൽ കരയും. ഉമ്മാനെ കരയിപ്പിക്കണോ? അപ്പോ ഉമ്മയും ബാപ്പയും പഠിപ്പിച്ചു തന്ന ചിട്ട പോലെ നമ്മൾ ആ സൽക്കർമ്മങ്ങളും സദാചാരങ്ങളും നിലനിർത്തണം. എന്നാൽ നമ്മൾ ഉമ്മ സന്തോഷിക്കും. മാഷാ അല്ലാഹ്, എന്റെ മോൻ ഞാൻ പഠിപ്പിച്ചതുപോലെ എനിക്കതിന്റെ എല്ലാം പ്രതിഫലം ഇങ്ങനെ ഒഴുകുന്നു, എത്തുന്നു. ഉമ്മ സന്തോഷിക്കും, ആ വാപ്പ സന്തോഷിക്കും. മാതാപിതാക്കളെ മരണാനന്തരവും നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയും. ഏതെങ്കിലും മക്കൾ മാതാപിതാക്കളുടെ കുരുത്തക്കേട് കാണിക്കുകയോ അവരെ ദുഃഖിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഖബറിന്റെ അരികിൽ നിരന്തരം പോയി നിന്നുകൊണ്ട് യാസീനും ഖത്മും ഓതി വർഷങ്ങളോളം അത് ഓതി അവരുടെ മനസ്സ് പൊരുത്തപ്പെടുന്നത് വരെ തണുപ്പിക്കണം. എന്നാൽ അത് പൊരുത്തപ്പെട്ട് കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട അയിമ്മത്തുകൾ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ 3ാമത്തെ കാര്യം ഭക്ഷണം കൊടുക്കണം. ഓസുല്ലാൻ തങ്ങള് ഭക്ഷണം കൊടുക്കാൻ ഭയങ്കര മിടുക്കനാണ്. അതുകൊണ്ടല്ലേ അവരുടെയൊക്കെ പേരിൽ എത്ര ആട്, എത്ര പോത്ത്, എത്ര അരി. ഇവിടെ നേരത്തെ ഒരു അരിയുടെ കണക്ക് പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. എത്രയോ കിൻഡൽ അല്ലേ? 27 കിൻഡൽ അരി, 27 ടൺ. സുബ്ഹാനല്ലാഹ്, എവിടെ വെച്ച് വിളമ്പാനത്? ഇത് എപ്പോ കൊടുത്തു തീർക്കാനാ? അല്ലാഹു അഅലം. അതാണ് മഹാന്മാരുടെ മദദ്, മഹാന്മാരുടെ കറാമത്ത്. അതാണ് അൽഹംദുലില്ലാഹ്. അല്ലാഹു അതിൽ ഇടപെട്ടവർക്കും കൊടുത്തവർക്കും ഖിദ്മത്ത് ചെയ്തവർക്കും എല്ലാം അൽ മർഉ മഅ മൻ അഹബ്ബ, അവർ മഹബ്ബത്ത് വെച്ച മഹാന്മാരോടൊപ്പം അല്ലാഹു ചേർത്തി കൊടുക്കട്ടെ. ഞാനത് പറയാനാ വന്നത്. റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ പറഞ്ഞേ, ലുഖ്മത്തുൻ ഫീ ബത്നി ജാഇഅ ഖൈറുൻ മിൻ ബിനാഇ അൽഫി ജാമിഅ. വിശക്കുന്നവന്റെ പള്ളയിൽ ഒരു പിടി ഭക്ഷണം കൊടുത്താൽ 1000 ജുമുഅത്ത് പള്ളി പണി കഴിപ്പിക്കുന്നതിനേക്കാളും പുണ്യമാണ്. സുബ്ഹാനല്ലാഹ്, എന്ത്
എന്താണ് അതിൻ്റെയൊക്കെ ഖദർ? അവരൊന്നും അറിയാതെ പറയുന്നതല്ല. റസൂലുള്ളാഹി അവർക്കൊക്കെ അന്ന് കൊടുത്ത ഇൽമ് എന്തെന്നാണ്? എഴുപ്പത് വാതിൽ തുറന്നാനെനിക്കല്ലാഹ് ആരും അറിയാത്ത ഇൽമാരതെന്നോർ ഓരോരോ വാതിലിൻ വീതിയാതോരോന്നും ആകാശം ഭൂമിയും പോലെ അതെന്നോർ. ആകാശഭൂമിയുടെ വീതിയുള്ള 70 കവാടങ്ങൾ മലർക്ക തുറക്കപ്പെടുന്ന അറിവിന്റെ പ്രപഞ്ചം തങ്ങൾക്ക് അന്ന് കൊടുത്തേക്കുന്നു. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. ആ മുഴുവൻ അറിവിന്റെയും പ്രപഞ്ചം അല്ലാഹു എനിക്ക് തന്നിരിക്കുന്നു. അതിന്റെ ഡോറ് അലി ഇബ്നു അബീ താലിബ് തങ്ങളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അങ്ങനത്തെ അറിവിന്റെ ലോകമാണ് കറാമത്തുകൾ ഇവർക്ക് കൊടുത്തത്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. മഹാന്മാർക്ക് കറാമത്ത് കിട്ടാനുള്ള ഒരു മാനദണ്ഡം അറിവാണ്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ ഈമാനുള്ള ആളുകൾ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അല്ലാഹു എന്ന് കേൾക്കുമ്പോൾ ഹൃദയം പടയ്ക്കുന്ന മഹാരഥന്മാർ, ആ മഹാരഥന്മാർക്ക് അല്ലാഹു പദവികൾ ഉയർത്തിയിരിക്കുന്നു. വല്ലദീന ഊത്തുൽ ഇൽമ, ഇൽമ കൊടുക്കപ്പെട്ട ആളുകൾ, മുദർരിസുമാർ, മദ്രസയിലെ അധ്യാപകന്മാർ. വലിയ മുദർരിസിനേക്കാളും പദവി ചിലപ്പോ മദ്രസയിൽ അക്ഷരം പഠിപ്പിക്കുന്ന ഉസ്താദിനുണ്ടാവും. അരിഫ് പഠിപ്പിക്കലാണ് ഏറ്റവും വലിയ ജോലി. അക്ഷരം മഖറജ് തെറ്റാതെ പഠിപ്പിക്കലാണ് ഏറ്റവും വലിയ ജോലി. ആ ഉസ്താദാണ് ഏറ്റവും വലിയ ഉസ്താദ്. എന്നെ അക്ഷരം പഠിപ്പിച്ച ഉസ്താദ് ഖബറിലാണ്. അള്ളാഹു ആ പ്രതിഭയുടെ, ആ മഹാനായ ഉസ്താദിന്റെ ഖബർ അള്ളാഹു സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിപ്പിച്ചത് ഒറ്റ ഉസ്താദാ. പടച്ചോനെ, അവിടുത്തെ പദവി നീ ഏറ്റി കൊടുക്കണേ റഹ്മാനെ. ബിഹഖ് നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദുമാർക്ക് ശമ്പളമല്ല വലുത്, അവർക്ക് ഈ പ്രാർത്ഥനയാണ്. അവർ ശമ്പളം ചെയ്തത് ചിലപ്പോ അന്നത്തെ തുകയൊന്നും ഈ വേദി പറയാൻ തന്നെ പറ്റില്ല. അത്ര നിസ്സാരമായ ശമ്പളത്തിനാണ് ഉസ്താദുമാർ ജോലി നോക്കുന്നത്. പള്ളിപ്പടി ഉസ്താദിന്റെ അവസ്ഥ എനിക്ക് അറിയില്ല അത്ര കറക്റ്റായിട്ട്. അവർക്കൊന്നും അതല്ല വിഷയം. പക്ഷെ അവരുടെ അന്നം മുടങ്ങിയിട്ടില്ല, അവർക്ക് അന്നം മുടങ്ങിയിട്ടില്ല, അവർ കടം വാങ്ങേണ്ടി വന്നിട്ടില്ല. ആ ഉള്ള 1000 ആണെങ്കിലും 500 ആണെങ്കിലും അതുകൊണ്ട് അവർ കിഫായത്തോടെ ജീവിച്ചു. നമ്മൾ ഇന്ന് വരെ ഒരാളോട് കൂലി ചോദിച്ചിട്ടില്ലല്ലോ, ശമ്പളം ചോദിച്ചിട്ടില്ലല്ലോ. അതെന്ന് പറയാൻ പോകുന്നിടത്ത് വീസ പറഞ്ഞു പോകാറില്ലല്ലോ. ചില മിടുക്കന്മാരൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. അതൊന്നും പറ്റിയതല്ല. ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാം, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാം. അങ്ങനെ നമ്മുടെ അക്ഷരം പഠിപ്പിച്ച ഉസ്താദുമാർ വലിയ പദവിയുള്ളവരാണ്. അതാണ് ഇൽമിന് അല്ലാഹു കൊടുത്ത ആദരവ്. നമുക്ക് ഇൽമിന് അല്ലാഹു കൊടുത്ത ആദരവാണ് റസൂലുള്ളാഹി തങ്ങൾ ഇത്രയും വലിയ കറാമത്തിന്റെ ആളായി മാറിയത്. കറാമത്ത് ഇൽമിന്റെ അളവല്ല. കറാമത്ത് കുറഞ്ഞു എന്ന് കരുതി ആളിനെ മഹത്വം കുറഞ്ഞു എന്ന് കരുതരുത്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കൊന്നും ഇത്രയും കൂടുതൽ കറാമത്ത് പറയാനുണ്ടായിക്കൊള്ളണമെന്നില്ല. ഉമറുൽ ഖത്താബ് തങ്ങൾക്ക് ഇത്രയും വലിയ കറാമത്തൊന്നും പറഞ്ഞുകൊണ്ടുണ്ടായിരിക്കുന്നില്ല. ഇമാം നബവി, ഇമാം റാഫി ഒക്കെ അപൂർവം കറാമത്തുകളേ ഉള്ളൂ. ഇമാം നബവി റളിയല്ലാഹു അൻഹു കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ വിളക്കണഞ്ഞുപോയി. അന്ന് എണ്ണ വിളക്ക് അണഞ്ഞുപോയി, എണ്ണ തീർന്നു, വിളക്കണഞ്ഞു, വേറെ മാർഗമൊന്നുമില്ല. അല്ലാഹു തആല ഈ മുസബ്ബിഹ വിരല് ട്യൂബ് പോലെ കത്തിച്ചു കൊടുത്തു. ഈ മുസബ്ബിഹ വിരല് ട്യൂബ് പോലെ കത്തി. ആ മുസബ്ബിഹ വിരൽ പിടിച്ചുകൊണ്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു ഗ്രന്ഥം എഴുതി. നമ്മൾ ഇന്ന് ഷാഫി മദ്ഹബിൽ ഏറ്റവും കൂടുതൽ അവലംബിക്കുന്ന കിതാബുൽ മിൻഹാജ്. അതുപോലെയുള്ള രചനകളുടെ മഹാഭാഗ്യവാൻ, വിവാഹം കഴിക്കാൻ മറന്നുപോയ മഹാൻ. നമ്മുടെ പള്ളിപ്പടി ഉസ്താദിനും വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. വിവാഹം കഴിക്കാൻ അവർ മറന്നുപോവുകയാണ്. അല്ലാഹുവിന്റെ ഫയലാനിൽ അവർ ലയിച്ചു, ഇൽമിന്റെ ലദ്ദത്തിൽ അവർ ലയിച്ചു. അവർക്ക് അതിന്റെ അപ്പുറത്തൊരു ലദ്ദത്തില്ല. ആ ലദ്ദത്തിൽ അവർ ലയിച്ചു. ആ സുഖം, ഇൽമിന്റെ സുഖം ഒരു വലിയ സുഖമാണ്. അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുമ്പോൾ അല്ലാഹുവിന്റെ ദാത്ത് മുഖദ്ദസത്തിന്റെ മഅരിഫത്തിന്റെ സുഖം അത് അറിഞ്ഞവർക്കേ അറിയാൻ കഴിയുള്ളൂ. ആ മഅരിഫത്തിന്റെ ലദ്ദത്ത് എല്ലാം മറക്കുന്ന സുഖമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. അവർക്ക് അല്ലാഹു വലിയ വലിയ പദവികൾ കൊടുക്കും.
അവരെന്ത് ചോദിച്ചാലും അവർക്ക് അല്ലാഹു തആല നൽകും. അതാണ് അവരുടെ കറാമത്ത് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട അയിമത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇമാം ബുഖാരിയും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമയം വൈകുന്നു എന്ന് തോന്നുന്നു. ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞു നിർത്തും. പറഞ്ഞ് തീർക്കാൻ സമയം കിട്ടുമെന്ന് അറിയില്ല. ഏതായാലും ഇതിപ്പോ പറഞ്ഞു നിർത്തും. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മുത്തനബി തങ്ങൾ പറഞ്ഞു, മൻ ആദാനി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ മഹാന്മാർ, എന്റെ ഇഷ്ടദാസന്മാർ, എന്റെ ഔലിയാക്കന്മാർ ആരോടെങ്കിലും ഒരാളോടെങ്കിലും നിങ്ങൾ ശത്രുത വെച്ചാൽ അവന്റെ ശത്രു ഞാനാകുന്നു. എന്റെ പ്രിയപ്പെട്ട അടിമയോട് നിങ്ങൾ ശത്രു വെച്ചാൽ നിന്റെ ശത്രു ഞാനാകുന്നു. ഞാനും നീയുമായി ഇനി ശത്രുതയിലാണ്. അള്ളാഹു ശത്രു ആകുക എന്ന് പറയുന്ന അർത്ഥം എന്തുവാ? നരകത്തിലിടുക, ഇബ്ലീസിന്റെ ആളായി എന്നതിന്റെ അർത്ഥം. അപ്പൊ ഒരു മഹാനെയും ചീത്ത പറയരുത്, ഒരു മഹാനെയും കുറ്റം പറയരുത്. ബിദ്അത്തുകാർ നരകത്തിൽ പോകാൻ ഒരു കാരണം അതാണ്. അള്ളാഹു തഅലീം ചെയ്തതിനൊക്കെ അവർ തദ്ലീലാക്കി കളഞ്ഞു. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു തഅലീമാക്കിയതിനെ തഅലീമാക്കണം. തഅലീമു മാ അല്ലാഹു വതഹ്ഖീറു മാ ഹഖറല്ലാഹ്. അള്ളാഹു ആദരിച്ച മഹാന്മാർ അവരെ ആദരിക്കണം, അവരെ പുച്ഛിക്കരുത്, അവരെ പരിഹസിക്കരുത്, അവരെ കറാമത്ത് കേൾക്കുമ്പോൾ ഇളുപ്പനാക്കരുത്. അങ്ങനെ ചെയ്താൽ അവന്റെ ശത്രു ഞാനാകുമെന്ന് ബഹുമാനപ്പെട്ട ജല്ല ജലാലായ റബ്ബ് തആല പറഞ്ഞ ഖുദ്സിയായ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. എന്നിട്ട് പറഞ്ഞടാ, അവരൊക്കെ എന്റെ ഔലിയാക്കളായത് വെറുതെ അല്ല, അവരെന്റെ ഇഷ്ടദാസന്മാരായത് വെറുതെ അല്ല. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫ്തറദ്തു അലൈഹി. ഞാൻ അവർക്ക് എന്തെല്ലാം ഫർളാക്കിയിട്ടുണ്ടോ ആ ഫർളാക്കിയത് മുഴുവനും അവർ കൃത്യമായി നിർവഹിച്ചവരാണ്. ഒരു നിസ്കാരം അവർ ഖളാക്കിയിട്ടില്ല, ഒരു നോമ്പ് അവർ പാഴാക്കിയിട്ടില്ല. അങ്ങനെയാണ് അവർ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായത്. അപ്പൊ നമ്മളും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ചെയ്യണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? അള്ളാഹു ഫർളാക്കിയത് മുഴുവൻ ഏറ്റെടുക്കുക. ആദ്യം ഫർള് മുഴുവൻ ഏറ്റെടുക്കുക. പിന്നെയോ ഫർള് ചെയ്ത് മതിയാക്കുന്നില്ല. ഫർള് ചെയ്ത് ളുഹറിന്റെ ഫർള് 4 റക്അത്താണ്. അതിന്റെ മുമ്പ് ഒരു 4 റക്അത്ത് സുന്നത്തുണ്ട്. അതിന്റെ ശേഷം ഒരു 4 റക്അത്ത് സുന്നത്തുണ്ട്. അപ്പൊ 8 റക്അത്ത് സുന്നത്ത് ളുഹറിനുണ്ട്. അതിൽ 4 ചെയ്തില്ലെങ്കിലും 2 മുമ്പും 2 ശേഷമെങ്കിലും നമ്മൾ പതിവാക്കിയേ പറ്റൂ. അതിശക്തമായ സുന്നത്താണ്. സുബഹിക്ക് മുമ്പ് ഒരു 2 റക്അത്ത് സുന്നത്തുണ്ട്, അത് മുടക്കാതെ ചെയ്യണം. മഗ്രിബിന്റെ ശേഷം ഒരു 2 റക്അത്ത് സുന്നത്തുണ്ട്, മുടക്കാതെ ചെയ്യണം. ഇശായ്ക്ക് ശേഷം ഒരു 2 റക്അത്ത് സുന്നത്തുണ്ട്, മുടക്കാതെ ചെയ്യണം. അത് കൂടാതെ കുറെ സുന്നത്തുകളുണ്ട്, അത് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞ് സമയം കളയുന്നില്ല. ഈ മുടക്കാതെ ചെയ്യേണ്ട 10 റക്അത്ത് സുന്നത്ത് ഡെയിലി നിങ്ങൾ ഏറ്റെടുക്കണം. അതാണ് മഹാന്മാർക്ക് കിട്ടിയ വലിയ ഭാഗ്യം. അവരല്ലാത്ത സുന്നത്ത് ഏറ്റെടുത്തു. നിങ്ങൾ കണ്ടില്ലേ റസൂലുള്ളാഹി തങ്ങളുടെ ബൈത്ത്, ഷാഫിഈ മദ്ഹബുകാരനായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ. നേരത്തെ പറഞ്ഞ 70 വാതിൽ തുറന്ന ഇൽമിന്റെ കോട്ടകൾ മുഴുവനും, ഇൽമിന്റെ പ്രപഞ്ചം മുഴുവൻ സ്വായത്തമാക്കിയ റസൂലുള്ളാഹി തങ്ങൾ ശാഫിഈ മദ്ഹബ് അവലംബിച്ച് നിസ്കരിച്ച ആളാണ്. എന്നിട്ടോ കുറെ നാൾ കഴിഞ്ഞപ്പോ ശാഫിഈ മദ്ഹബിൽ ഇല്ലാത്ത കുറെ സുന്നത്തുകൾ ഹംബലി മദ്ഹബിൽ ഉണ്ടെന്ന് കണ്ടപ്പോൾ കുറച്ചു നാള് ഹംബലി മദ്ഹബിലേക്ക് തഖ്ലീദ് ചെയ്തു. എന്തിന്? മുഅ്തദില. അപ്പൊ 2 മദ്ഹബിലുള്ള സുന്നത്തുകൾ പൂർണ്ണമായി എടുത്തവനെന്ന് എനിക്ക് അള്ളാഹുവിനോട് പറയാലോ. അത് 2 ഏറ്റെടുക്കലിലൂടെ 4 മദ്ഹബിന്റെ സുന്നത്ത് ഏറെക്കുറെ പൂർണ്ണമാകും. അപ്പൊ സുന്നത്ത് മുറുക്കി പിടിക്കാൻ വേണ്ടി മദ്ഹബ് ചേഞ്ച് ചെയ്താണ്. അത്ര സുന്നത്ത് കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. എന്റെ അടിമകൾ ഫർളുകൾ മുഴുവനും നിർവഹിച്ചതിന്റെ ശേഷം സുന്നത്തുകളുമായിട്ട് അവർ ജീവിതം കൊണ്ടുപോകും. അങ്ങനെ ഞാൻ അവരോട് പ്രത്യേകം മഹബ്ബത്ത് കൊടുക്കും. എന്റെ ഹബീബായി, എന്റെ പ്രിയപ്പെട്ടവനായിട്ട് അവൻ മാറും. അങ്ങനെ എന്നാൽ ഞാൻ അങ്ങനെ പ്രത്യേകം സ്നേഹം കൊടുത്ത ആളാണെന്നുള്ളതിന്റെ അടയാളം എന്താണ്? ഞാൻ പ്രത്യേകം സ്നേഹം കൊടുത്തതിന്റെ അടയാളമാണ്
കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവന്റെ കേൾവി എന്റെ പ്രത്യേക കേൾവിയായിട്ട് മാറും. അപ്പോ വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തരം ചെയ്യും ഞാൻ എന്നവര്. എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കത്തക്ക കാത് അവരെ കാതായി മാറും. അവരെ കണ്ണ് എന്റെ പ്രത്യേക കാഴ്ചയുള്ള കണ്ണായി മാറും. എവിടെ അർശ്, എന്റെ കണ്ണ് എപ്പോഴും ലൗഹിൽ അതെന്നാണോ, ലൗഹ് കാണാം, സ്വർഗം കാണാം, അർശ് കാണാം, ഏഴാൻ ആകാശം കാണാം, ഭൂമിയുടെ അടി കാണാം, എല്ലാം അവർക്ക് കാണാൻ കഴിയും. അങ്ങനെ അല്ലാഹു അവർക്ക് കുതിർത്ത് കൊടുക്കും. അവരെ സമ്പാദിച്ച് നേടിയതാണ്, സുന്നത്തെടുത്ത് നേടിയതാണ്. അവരുടെ കൈ എന്റെ പ്രത്യേകം കഴിവുള്ള കൈയായി മാറും. ആ കൈ ഒന്ന് വീശിയാൽ ചിലപ്പോൾ അത് ബഗ്ദാദിലായിരിക്കും അതിന്റെ പ്രതിഫലനം ഉണ്ടാവുക. അവരെവിടെ മുറാദാക്കി ചൂണ്ടുന്നുവോ അവിടെ വിജയിക്കുകയോ പരാജയപ്പെടുകയോ അവർ നിയ്യത്ത് ചെയ്യുന്നത് പോലെ നടക്കും. അത് അല്ലാഹു കൊടുത്ത ഖുദ്റത്താൽ അവർ സുന്നത്ത് കൊണ്ട് നേടിയെടുത്തതാണ്. അവരെ കാല് ഞാൻ പ്രത്യേകം കഴിവ് കൊടുത്ത കാലായി മാറും. ആ കാല് നമ്മള് അള്ളാഹുവിന്റെ പ്രത്യേക ഖുദ്റത്തുള്ള കാലായി മാറും. അത് പറയാനാണ് ഞാൻ പ്രധാനമായും വന്നത്. അങ്ങനെ ഫർളുകൾ മുഴുവനും എടുത്ത് സുന്നത്തുകൾ മുഴുവൻ കൊണ്ട് ജീവിതം ധന്യമാക്കിയ മുത്തഖിയായ മനുഷ്യൻ, റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്ത മനുഷ്യൻ, വൈദാ സഅലനി, അയാൾ എന്നോടൊന്ന് കൈനീട്ടിയാൽ, അയാൾ എന്നോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ തീർച്ചയായും ഞാനത് കൊടുത്തിരിക്കും. അതാണ് നമ്മളും അവരുമായിട്ടുള്ള വ്യത്യാസം. നമ്മൾ ചിലപ്പോൾ 100 വട്ടം ദുആ ചെയ്താലും കിട്ടാതെ പോകും. എന്നാലും ഒരു ദാഇയുടെയും കൈ അല്ലാഹു തആല സിഫ്ര വട്ടപൂജ്യമാക്കി വിടുകയില്ല എന്ന ഹദീസിലുണ്ട്. ചോദിച്ചത് തന്നില്ലെങ്കിലും എന്തെങ്കിലും അല്ലാഹു തആല തരും. 1000 രൂപ കടം ചോദിക്കാൻ വന്നാൽ 10 രൂപയെങ്കിലും എടുത്ത് തരും. അപ്പോ ഔലിയാക്കന്മാർ ചോദിച്ചാലോ 1000 ചോദിച്ചാൽ 10000 കൊടുക്കും. അവൻ എന്നോട് എന്തെങ്കിലും കാവല് തേടിയാൽ, അല്ലാഹുവേ ഈ നാട് കാക്കണം, ഈ വീട് കാക്കണം എന്നവർ പറഞ്ഞാൽ, ഇവന്റെ രോഗം മാറ്റണം, ഇവന് ശിവ കൊടുക്കണം, ഇവന്റെ അസുഖം നീക്കണം എന്ന് അവൻ എന്നോട് പറഞ്ഞാൽ ഞാനത് കാക്കുക തന്നെ ചെയ്യും. അല്ലാഹു പറയുകയാണ്. നമ്മൾ സീമൊലിയുള്ളതിന്റെ കറാമത്തൊക്കെ എത്ര കേട്ടിട്ടുള്ളത്. എത്ര രോഗിയായി വന്നവനെ അത് വേണ്ട, അത് മാറും എന്നൊക്കെ പറഞ്ഞാൽ മതി. അതെന്തുകൊണ്ട് കിട്ടിയതാണ്? അങ്ങനെ വരുമ്പോ അവരെ വാക്ക് എന്റെ വാക്കായി മാറും. ആ ദറജയിലേക്ക് മഹാന്മാർ എത്തിച്ചേരും. അത് വേണ്ട വേണ്ട, അതങ്ങനെ വരട്ടെ, വരും. അത് കളിയാക്കിയിട്ട് കാര്യമില്ല. അതിന് അവരുടെ ഉസൂല് പഠിക്കണം, ആ കണക്ഷൻ പഠിക്കണം. അവര് ദിക്ർ കൊണ്ട് അവരെ ഖൽബ് മുഴുവൻ അല്ലാഹുവിലേക്ക് ലയിച്ചു. അങ്ങനെ ദിക്ർ ഖൽബിന്റെ പ്രകാശമാണ്. ആ പ്രകാശം കൈകാലുകളിലേക്ക് ഒഴുകി പ്രസരിപ്പുള്ളതായി മാറി. കണ്ണ് കാതുകളിലും നാക്ക് മൂക്കുകളിലും ഒഴുകി പ്രസരിപ്പുള്ളതായി മാറി. അവരെ ദാക്കിറാണ്, അവരെ കാണുന്നവർ ദുഃഖിറല്ലാഹു, അല്ലാഹുവിനെ ഓർക്കുന്ന തരത്തിൽ ജീവിതം നയിച്ചവരാണ്. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഈ നിഅമത്ത് കണ്ട് അസൂയപ്പെടേണ്ട കാര്യമില്ല എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ ഇമാം ബുഖാരി ഇമാം 6502 നമ്പറായ ഹദീസായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞു വന്നതിന്റെ ബാക്കി അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ 3 കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ. ഇതെല്ലാം കഴിഞ്ഞപ്പോ നേരത്തെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ 3ാമത്തെ കാര്യം അസ്സലാത്തു ബില്ലൈൽ വന്നാസു നിയാം. ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ പാതിരാവിന്റെ പകുതി കഴിയുമ്പോ എഴുന്നേറ്റ് നിസ്കരിക്കും, അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കും. സുബ്ഹാനല്ലാഹ്. വന്നാസു നിയാം, ജനങ്ങളെല്ലാം ഉറക്കത്തിലാണ്. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ അല്ലാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. വിശദീകരിക്കുന്നില്ല, സമയമില്ല. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാ യാ സയ്യിദി യാ റസൂലല്ലാഹ്. എനിക്ക് ഒരു 3 കാര്യം പറയാനുണ്ട് നബിയേ. അങ്ങനെ പറയും, സലാസുൻ അല്ലാഹു ബിസ്സൈഫ് വസ്സൗമു ബിസ്സൈഫ് വഇക്റാമുൽ ലൈഫ്. എനിക്കുള്ള 3 കാര്യം. 1, എനിക്ക് സത്യനിഷേധികളായി
പരിശുദ്ധ ദീനിന്റെ ശത്രുക്കളോട് എനിക്ക് വാളുകൊണ്ട് പോരാടണം. അതിന്റെ അനിവാര്യ ഘട്ടം വരുമ്പോ, നിയമവിധേയമാകുമ്പോ, രണ്ടാമത്തെ ഉഷ്ണകാലത്ത്, തൊണ്ട വരണ്ടുണങ്ങുന്ന ദാഹം പിടിച്ച കാലത്ത് എനിക്ക് അള്ളാഹുവിന് വേണ്ടി നോമ്പ് പിടിക്കണം. ആ നോമ്പിന് പ്രത്യേക സുഖമുണ്ടാവും. വരളുന്ന കാലത്ത്, ഉണക്ക് പ്രദേശത്ത് നോമ്പ് പിടിച്ചാൽ നല്ല ഇഷ്ടമുണ്ടാവും. എനിക്കുള്ള ആഗ്രഹം അതാണ്. അതിഥികളെ സൽക്കരിക്കണം. ഒരു അതിഥി വന്നാൽ അവൻ ആദരിച്ചിരുത്തണം, അവൻ ആവശ്യമുള്ളത് കൊടുക്കണം. ഇങ്ങനെ ധന്യമാക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ മഹാന്മാരായി മാറുന്നത്. അൽഹംദുലില്ലാഹ്, ഈ പറഞ്ഞ മുത്തുനബിയുടെയും സഹാബത്തിന്റെയും ചര്യകളും അവർ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും നമ്മൾ ദായിമാക്കിയാൽ നമുക്കും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി മാറും. പള്ളിപ്പടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ അടക്കമുള്ള മഹാന്മാരെല്ലാം ഈ ചര്യകളൊക്കെ മുറുക്കി പിടിച്ച് ത്യാഗസമർപ്പണ ബോധത്തോടെ അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്നവരാണ്. ആ ഖുദ്റത്താണ് അവർക്ക് അള്ളാഹു കൊടുത്ത കറാമത്തുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ നമുക്ക് എല്ലാവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും അനുഗ്രഹവും ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു തന്ന് സന്തോഷിപ്പിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പൊ അടുത്ത കാലത്തൊന്നും വയല സദസ്സിൽ ഇങ്ങനത്തെ ഒരു സദസ്സ് കാണാറില്ല. എനിക്ക് ഈ സദസ്സ് കണ്ടപ്പോ വല്ലാത്ത സന്തോഷം. ഞാൻ എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ മഹല്ല് നിവാസികൾക്കും സംഘാടകരാകുന്ന കമ്മിറ്റി അംഗങ്ങൾക്കും പ്രത്യേകം അറിയിച്ചുകൊണ്ട്, അതിനൊക്കെ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട പൊന്നുരന്തി ഉസ്താദാണല്ലോ ഈ മഹല്ലിനെ തർബിയത്ത് ചെയ്തത്. അവർക്കും അല്ലാഹു എല്ലാവിധ ആഫിയത്തും റാഹത്തും നൽകട്ടെ. ഇപ്പോൾ സേവനം ചെയ്യുന്ന ഉസ്താദുമാർ, ദർസ് നടത്തുന്ന ഉസ്താദുമാർ, പരിപാലിക്കുന്ന ആളുകൾക്കെല്ലാം നാഥ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഇവിടെ കൂടി ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ ഭാര്യ മക്കൾക്കെല്ലാം ബർക്കത്ത് ചെയ്യണേ റബ്ബേ. അതിലെല്ലാം ഉപരി അറിവിന്റെ പ്രകാശം ഞങ്ങളുടെ കൽബിലേക്ക് ഇട്ടുതന്ന ഞങ്ങളുടെ ഒരു ഗുരുവര്യന്മാർ അവിടെ എല്ലാം നിറഞ്ഞേറ്റി കൊടുക്കണേ അല്ലാഹ്. മാതാപിതാക്കളടക്കമുള്ള എല്ലാവർക്കും കടപ്പാടും കടമകളുമുള്ള ബന്ധുമിത്രാദികൾക്കും നീ ഖൈറും ബറക്കത്തും നിഅമത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ബിഹഖ് നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ കൊണ്ട് കടപ്പാടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവിടെ എല്ലാം മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.